മീഡിയം ബൈ എഫ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് എഫ് എയർ എന്ന് പറയുന്നത് ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/k എന്ന് കിട്ടും. ദാറ്റ് ഈസ് എഫ് എയർ സിക്കൽ ടു നമുക്ക് കെ ടൈംസ് എഫ് മീഡിയം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതാണ് കൂളംസ് ലോയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതായത് ഒരു ചാർജ് Q നിങ്ങൾ വെച്ചിട്ട് അതിന്റെ R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എത്ര, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 1/4πε0 Q/r². അപ്പൊ നമുക്ക് ചാർജും അതിന്റെ എത്ര ഡിസ്റ്റൻസ് അകലെയാണ് R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അകലെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന റിലേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് കാണാനുള്ള ഇക്വേഷന്. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ട്രിക് ഡൈപോൾ എന്താണ്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ കണ്ടോ ഒരു പോസിറ്റീവ് ചാർജ് ആൻഡ് ഒരു നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ വെക്ടർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അതാണ് ഇലക്ട്രിക് ഡൈപോൾ. ആ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു -Q ഇവിടെ ഒരു +Q ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ് 2a. നമ്മൾ സെന്ററിന്ന് ഈ -Qയിലേക്കുള്ളത് ഈ എയും സെന്ററിന്ന് ഈ +Qയിലേക്ക് എ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് 2a ആണ് നമ്മൾ കൺവീനിയൻസിന് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഈ 2a എന്ന് പറഞ്ഞത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുള്ളത് വെക്കുക. ഈ 2a എന്നുള്ളത് ഒരു വെക്ടർ ഡിസ്റ്റൻസ് ആണ്, നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പൊ നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ഓഫ് ദ ചാർജ് ഇൻടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പൊ ഈ 2aക്ക് ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? 2aയുടെ ഡയറക്ഷന് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പൊ Q ഇൻറ്റു എ എന്നുള്ളത് അപ്പം കൂളം മീറ്റർ ആയിരിക്കും അതിന്റെ യൂണിറ്റ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഡൈപോളിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ചാർജ് മൂലം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അങ്ങനെ ഇലക്ട്രിക് ഡൈപോൾ മൂലവും നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പിന്നെ അതിനുള്ള എക്സ്പ്രഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഇലക്ട്രിക് ഡൈപോൾ മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനും നമ്മൾ എന്താ ചെയ്തത്? ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇലക്ട്രിക് ഡൈപോൾ മൂലം ഇപ്പൊ ഒരു -Q എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്, ഒരു +Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഇതിന്റെ ആക്സിസിൽ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇതാണ് ഇലക്ട്രിക് ഡൈപോള്. ഇതിന്റെ ആക്സിസിൽ ഒരു പോയിന്റ് P കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആക്സിയൽ ലൈൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു. 1/4πε0 2p/r³. P എന്താണ്? P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ഓഫ് ദാറ്റ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, R എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R. ഓക്കെ, ഇതാണ് ആക്സിയൽ ലൈനിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷന്. ഇനി ഇതുപോലെ നമുക്ക് ഇക്വറ്റോറിയൽ പോയിന്റിൽ, അപ്പൊ ഇതാണ് അടുത്ത പോയത് ഇക്വറ്റോറിയൽ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ മൂലം എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ അത് ഇക്വറ്റോറിയൽ പോയിന്റിലേക്ക് വരികയാണ്. ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആ പോയിന്റ് നമ്മൾ എവിടെയാ കൺസിഡർ ചെയ്തുക? ഇപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ -Q, ഇതാണ് നമ്മുടെ +Q. ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈപോളിന്, ഇതാണ് നമ്മുടെ ഡൈപോൾ, ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് നേരെ മുകളിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇക്വറ്റോറിയൽ പോയിന്റ്. അപ്പൊ സെന്ററിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ നേരെ മുകളിൽ ഒരു പോയിന്റ് P കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 1/4πε0 p/r³. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/4πε0 2p/r³.
ഇക്വിറ്റോറിയലിൽ എന്താ കിട്ടിയത്? 1/4πε0 p/r³. അപ്പൊ ഒന്ന് മറ്റൊന്നിന്റെ ഡബിൾ ആണ്. ഈ ആക്സിയൽ ഇസിക്കൽ ടു 2 ടൈംസ് ഓഫ് ഈ ഇക്വിറ്റോറിയൽ. അപ്പൊ രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും, ഒന്ന് മറ്റേന്റെ ഡബിൾ ആയതുകൊണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. പിന്നീട് നമ്മൾ ഇനി നമ്മൾ അടുത്ത് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, ആരെങ്കിലും ഒക്കെ റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, യെസ്, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അപ്പൊ നമുക്കിനി അടുത്തത് നമ്മൾ പഠിച്ചത് ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ. നമ്മൾ പറഞ്ഞു ഒരു ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതൊരു ഡൈപോൾ നിങ്ങൾ ഒരു ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. ഇതിൽ നിങ്ങളൊരു ഡൈപോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ -q +q വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ +q-ലും -q-ലും +q-ല് ഫീൽഡിന്റെ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക, -q-ല് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്, കപ്പിൾ ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പേന എടുത്തിട്ട് പേനയുടെ രണ്ടറ്റത്തും ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പേന റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ ഒരു ഡൈപോളിൽ നിങ്ങൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരറ്റത്ത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫോഴ്സ് ഇൻ വൺ ഡയറക്ഷൻ ആയിരിക്കും, ഒരറ്റത്ത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫോഴ്സ് ഇൻ അനദർ ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ അവിടെ കപ്പിൾ ഓഫ് ഫോഴ്സസ് ഉണ്ടാവുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഉണ്ടാവുന്ന റൊട്ടേറ്റിംഗ് ഫോഴ്സിന് നമ്മൾ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് PE sin θ. ദാറ്റ് ഈസ് ടോർക്ക് ഈക്വൽ ടു ഒരു ഇലക്ട്രിക് ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? PE sin θ. PE sin θ. അപ്പൊ അത് ഓർത്തിരിക്കട്ടോ. PE sin θ. ഇനി അടുത്തത് അപ്പൊ നമ്മൾ ഇവിടെ എക്സ്പ്രഷൻ വെച്ചത് ടോർക്ക് ഈക്വൽ ടു PE sin θ. അതിന് P ക്രോസ് എന്ന് പറയാം. ഇനി അപ്പൊ നമുക്കൊരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് റൊട്ടേറ്റും ചെയ്യും. അപ്പൊ നമ്മൾ θ1 to θ2 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് W = PE × cos θ1 - cos θ2. ചിലപ്പോൾ ഒരു ഡൈപോള് ഇലക്ട്രിക് ഫീൽഡില് 90 ഡിഗ്രിയിൽ നിൽക്കുന്നു, എന്നിട്ട് അത് 180 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ θ1 = 90, θ2 = 180. സോ θ1 θ2ലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് PE cos θ1 - cos θ2. അപ്പം അത്രയും ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അതിൽ നിന്ന് അതിന്റെ മുമ്പ് അതിനുശേഷം വരുന്നതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അതായത് ഇപ്പൊ നമ്മളൊരു ചാർജ് ഒരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പൊ ഇതുപോലെ ഒരു ചാർജ് ഒരു സർഫസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിൽ നിന്ന് ഫീൽഡ് ഈ സർഫസിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഓക്കെ, ഈ ചാർജിൽ നിന്ന് ഈ സർഫസിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ഈ ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഡെപ്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്കൊരു ഏരിയ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഏരിയ ഉണ്ടെങ്കിൽ അപ്പൊ അതിലൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കടന്നുപോയി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ കടന്നു പോയിട്ടുള്ള ഈ ആരോ മാർക്കാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇത് നോർമൽ ആണോ? അല്ല, ഈ ഫീൽഡ് ഇപ്പൊ നോർമൽ അല്ല. പക്ഷെ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം നോർമൽ ആയിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു നോർമൽ കമ്പോണന്റ് വരക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ പോയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഈ നോർമൽ കമ്പോണന്റ് ഉണ്ടാക്കുന്ന ഡയറക്ഷൻ എന്താണ്? തീറ്റ. അപ്പൊ ഇത് ഇ ആണെങ്കിൽ എനിക്ക് ഇതിനെന്ത് പറയാം? ഇ കോസ് തീറ്റ എന്ന് പറയാം. പറഞ്ഞൂടെ? ഏതൊരു സൈഡിന്റെയും അഡ്ജസന്റ് സൈഡിനെ അതുമായിട്ട് മേക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് ഈ കോസ് തീറ്റ എന്ന് പറയാം. അപ്പോൾ ഈ നോർമൽ കമ്പോണന്റ് ഇൻറ്റു ദാറ്റ് ഏരിയ വെക്ടർ, ഈ കോസ് തീറ്റ ഇൻറ്റു ദാറ്റ് ഏരിയ വെക്ടർ, ദാറ്റ് ഈസ് നോർമൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ കോസ് തീറ്റ ആണ്. ഓക്കെ, ഈ കോസ് തീറ്റ ഇൻറ്റു ദാറ്റ് ഏരിയ വെക്ടർ. ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഏരിയ കൺസിഡർ ചെയ്തു, ദാറ്റ് ഈസ് ഒരു സ്മോൾ ഏരിയ ഡെൽറ്റ എസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ ഡെൽറ്റ എസ് ആയിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നോർമൽ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ വെക്ടർ. അപ്പൊ നോർമൽ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ എണ്ണാണ് നമ്മൾ നോർമൽ ഒരു സർഫസിലൂടെ പാസ് ചെയ്യുന്ന നോർമൽ ഇലക്ട്രിക് ഫീൽഡിനെയാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ എണ്ണത്തെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ കമ്പോണന്റ് ഈ കോസ്റ്റീറ്റ കൂടി കഴിഞ്ഞാലും ഫ്ലക്സ് കൂടും, ഈ ഏരിയ കൂടി കഴിഞ്ഞാലും കൂടുതൽ നോർമൽ കമ്പോണൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോസ്റ്റീറ്റ ഇൻറ്റു ഡെൽറ്റ എസ്, ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞൂടെ? കോസ് കമ്പോണന്റിനെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ ഡോട്ട് ഡെൽറ്റ എസ്. അപ്പൊ അതാണ് നമ്മുടെ ഫ്ലക്സിനുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇ ഡോട്ട് എ. ഇതിപ്പോ സ്മോൾ ഫ്ലക്സ് ആണെങ്കിൽ നമ്മൾ ഡെൽറ്റ ഫൈ സിക്കൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറയും. ഫുൾ ഫ്ലക്സ് ആണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ എക്സ്പ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇ ഡോട്ട് ഡി എസ്, ഇതാണ് ഇന്റഗ്രൽ എക്സ്പ്രഷൻ. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലക്സ് സിക്കൽ ടു ഇ ഡോട്ട് എ എന്ന് പറയാം. ഈ ഡി എസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എന്ന് പറഞ്ഞൊരു ഏരിയ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇ ഡോട്ട് എസ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്ലക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്, എങ്കിലും നമ്മൾ പ്രോബ്ലത്തിൽ വരുമ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് നമ്മൾ വീണ്ടും പഠിക്കും. അപ്പൊ ഈ തിയറി ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. ഇനി നമ്മൾ പഠിച്ചത് ഗോസസ് ലോ ആണ്. ഇതിൽ പിന്നെ നമ്മൾ പഠിച്ചെന്താണ്? ഗോസസ് ലോ. എന്താണ് ഗോസസ് ലോ? ഗോസസ് ലോ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സർഫസിന്റെ പുറത്തേക്ക് പോകുന്ന ഈ ഇലക്ട്രിക് ഫ്ലക്സിന്റെ എണ്ണം എന്ന് പറയുന്നത്, ഇപ്പൊ ചാർജ് ക്യൂ ആണെങ്കിൽ സെന്ററിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ 0 ആയിരിക്കും എന്നാണ് എന്ത് പറയുന്നത്? ഗോസ് പറയുന്നത്. അതായത് ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ്. ഓക്കെ, അതാണ് ഗോസസ് ലോ പറയുന്നത്. ഇനി നമുക്ക് അതാണ് ഗോസസ് ലോ. ഇനി ഗോസസ് ലോന്റെ 3 ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഏതെങ്കിലും ഒരു സ്ഫെറിക്കൽ ഷെല്ല് എടുത്തിട്ട് അതിന്റെ r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ r ഡിസ്റ്റൻസ് അകലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? കെ ക്യൂ ബൈ ആർ സ്ക്വയർ. കെ ക്യൂ ബൈ ആർ സ്ക്വയർ. ഇവിടെ കെ എന്ന് പറയുന്നത് 1/4πε0 ആണ്. ഇനി അത് സർഫസിലാണെങ്കിലോ? സർഫസിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ സ്മോൾ ആറിന് എന്ത് കൊടുത്താൽ മതി? ക്യാപിറ്റൽ ആർ കൊടുത്താൽ മതി. അപ്പൊ കെ ക്യൂ ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് വരും. ഇനി അകത്താണെങ്കിലോ? അകത്താണ് ഈ പോയിന്റ് എന്നുണ്ടെങ്കിലോ? ഒന്ന് പറയാമോ? അകത്താണ് ഈ പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ എത്ര ആയിരിക്കും? എനിബഡി? അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എത്ര ആയിരിക്കും? ഇപ്പൊ നമ്മള് യെസ്, ആരോടെ 0 എഴുതി? വെരി ഗുഡ്. 0 ആയിരിക്കും. കാര്യം ഒരു ഷെല്ലിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അതെന്താ 0 ആവുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മളൊരു ഷെല്ല് എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെയൊക്കെ പോസിറ്റീവ്ലി ചാർജ്ഡ് വെച്ചിരിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഫീൽഡ് ഇങ്ങോട്ട് അകന്നു പോകുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് അകന്നു പോകുന്നു, എല്ലായിടത്തേക്കും അകന്നു പോകുന്നു. ഓക്കെ, ഒരിക്കലും അകത്തേക്ക് കണ്ടില്ലേ? ഇവിടെ ഒരു ഫീൽഡ് ഇങ്ങോട്ട് ഇപ്പൊ ഇവിടുന്ന് അകന്ന് അകത്തോട്ട് വരാം, ഇവിടുന്ന് അകന്ന് അകത്തോട്ട് വരാം. പക്ഷെ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് എന്ത് ചെയ്യില്ല? അത് റിപ്പൾ ചെയ്യും. ഓക്കെ,
റിപ്പിൾ ചെയ്യും. ഇവിടുന്ന് ഇങ്ങോട്ടും തമ്മിലുള്ള ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഫീൽഡ് അകത്തോട്ട് കടക്കില്ല. കാര്യം ഒരു പർട്ടിക്കുലർ സ്ഥലത്തുള്ള ചാർജിന്റെ നിന്ന് എൻ്റർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അത് ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ഉള്ള സൈഡിൽ നിന്ന് വരുന്ന ഫീൽഡുമായിട്ട് ക്യാൻസൽ ചെയ്യും. അപ്പൊ അകത്ത് നമ്മൾ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കാരണം. ഇനി അപ്പൊ 0 ആയിരിക്കും. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സർഫസിൽ എന്താണ്, പുറത്ത് എന്താണ്, അകത്ത് എന്താണ്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് പഠിച്ചത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചത് നമ്മളൊരു യൂണിഫോംലി ചാർജ്ഡ് വയർ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇതുപോലൊരു വയർ. എന്നിട്ട് r ഡിസ്റ്റൻസ് അകലെ ഈ പോയിന്റിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. എന്താ കിട്ടിയത്? λ/2π ε0 r. λ/2π ε0 r. ഇതാണ് നമ്മൾ പഠിച്ചത്. അതായത് ഒരു ഷീറ്റിൽ നിന്ന് ഒരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷന് ഒരു വയർ, ഇൻഫിനിറ്റ്ലി ചാർജ്ഡ് വയർ എടുക്കുക. അതിന്റെ r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് പിയില് എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ ആണ് λ/2π ε0 r. ഇത് ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി. അത് കറക്റ്റ് അറിഞ്ഞിരിക്കണം. അതായത് ഇവിടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര ചാർജ് എത്ര ലെങ്ത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കാര്യം നമ്മൾ ലെങ്ത് വൈസ് ആണ് ഒരു വയറിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ചാർജ് പെർ ലെങ്ത്. അതാണ് ഇതിൽ ലാംഡ എന്ന് പറയുന്നത്. അപ്പൊ ലാംഡ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വയറിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് പിയില് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് λ/2π ε0 r. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഗോസസ് ലോയില് അപ്പൊ അതറിഞ്ഞിരിക്കണം. ഇനി അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അതുപോലെ നമ്മളൊരു ഷീറ്റിന് മൂന്നാമത്തെ എക്സ്പ്രഷൻ നമ്മൾ പറയുന്നത്, നമ്മളൊരു ഷീറ്റ് എടുത്തു, ഇൻഫിനിറ്റ്ലി ചാർജ്ഡ് ഷീറ്റ്. ആ ഷീറ്റിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് പിയില് എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പഠിച്ചു. അതായിരുന്നു മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ തീരുമായിരുന്നു. ഓക്കെ, അതായത് നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഇസിക്കൽ ടു ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി, അതായത് σ/2 ε0 എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മൾ ലൈനിലായിരുന്നു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ഒരു ഷീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു സർഫസ് ആണ്. അപ്പൊ സർഫസിൽ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് നമ്മൾ ചാർജ് പെർ ഏരിയ അപ്പോൾ സിഗ്മ ചാർജ് പെർ ഏരിയ ആണെങ്കിൽ ആ ഷീറ്റിൽ നിന്നും p ഡിസ്റ്റൻസ് അകലെ r ഡിസ്റ്റൻസ് അകലെ p എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് E = σ/2 ε0. ഇങ്ങനെ 3 ആപ്ലിക്കേഷനും നമ്മൾ അവിടെ പഠിച്ചു. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളത് എന്താണ് ഒരു ഇലക്ട്രിക് ചാർജ്, അതിന്റെ ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി എന്താണ്, അതിനുശേഷം നമ്മൾ പഠിച്ചത് കൂളംസ് ലോ എന്താണ്, അത് ഉപയോഗിച്ച് അങ്ങനെ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് ശേഷം വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പഠിച്ചു. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനുള്ള എക്സ്പ്രഷൻ പഠിച്ചു. ഇലക്ട്രിക് ഡൈപോൾ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് മൂലം ഒരു ഇലക്ട്രിക് ഡൈപോൾ മൂലം എത്ര ഇലക്ട്രിക് ഫീൽഡ് ആക്ഷൻ ലൈനിൽ എത്ര ഉണ്ടാവും, ഇക്വറ്റോറിയൽ ലൈനിൽ എത്ര ഉണ്ടാവും എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഒരു ഡൈപോള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ടോർക്ക് ആക്ട് ചെയ്യുമെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താന്ന് പഠിച്ചു. ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഗോസസ് ലോ പഠിച്ചു. അതിന്റെ 3 ആപ്ലിക്കേഷനും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്ത ശേഷം എന്ത് ചെയ്യാം, ബാക്കി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റിലേക്ക് അത് കഴിഞ്ഞ ശേഷം വരാം. കുറെ തിയറി ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ മെറ്റീരിയൽ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എല്ലാവർക്കും? മെറ്റീരിയൽ ഒക്കെ എല്ലാവരും കണ്ടിരുന്നോ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഹലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിരുന്നല്ലോ അല്ലേ? അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസിലേക്ക് വരാൻ പോവാണ്. അപ്പൊ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച എല്ലാവരും മനസ്സിരുത്തി ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. ഓക്കെ, എ കണ്ടക്ടർ ഹാസ് ബീൻ given a charge -3 into
10 raised to minus 7 coulomb by transferring electrons. Mass increase in kilo of the conductor and number of electrons added to the conductor are respectively. അപ്പൊ നമ്മളത് എങ്ങനെ ചെയ്യണം? നമ്മൾ ഫസ്റ്റ് പഠിച്ച ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ് പഠിച്ചത് ഈ ചാപ്റ്ററിൽ. Q = Na. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ച ഇക്വേഷന്. അപ്പൊ ഒരു വസ്തു നിങ്ങൾ -3 × 10⁻⁻⁷ ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും അതില്? അപ്പൊ ആ ചാർജ് അത്രയും കൂളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കിക്കഴിഞ്ഞാല് ആ അത്രയും ഇലക്ട്രോൺസ് അത്രയും ചാർജ് എന്ന് കിട്ടും. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് വെച്ച് അത്രയും ചാർജ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് മാസ് ഇൻക്രീസും കാണണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസും കാണണം. അപ്പൊ ഈ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞോളൂ. ഹലോ, ഞാൻ വൈറ്റ് ബോർഡ് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് Q = Na ആണ്. Q = Na ആണ്. ഓക്കെ, ഇതില് നമുക്ക് എത്ര ചാർജ് ആണ്? -3 × 10⁻⁻7 ആണ് നമ്മുടെ ചാർജ്. അപ്പൊ -3 × 10⁻⁻7 ഈക്വൽ ടു n × ഒരു ഇലക്ട്രോണിക് ചാർജ് എത്ര? 1.6 × 10⁻⁻9. അപ്പൊ എന്നെ കണ്ടുപിടിച്ചൂടെ? എന്നെ കണ്ടുപിടിക്കാം. ഇലക്ട്രോണിക് ചാർജ് നെഗറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് -3 × 10⁻⁻7 ഡിവൈഡഡ് ബൈ -1.6 × 10⁻⁻19. ഇത്രയും ഇലക്ട്രോൺസ് ആണെന്ന് കിട്ടും. ഇത് എത്ര ഉണ്ടാവും? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3/1.6 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2 അല്ലേ? 3/1.5 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ ഇത് അപ്രോക്സിമേറ്റ്ലി 2 ആണ്. 2 × 10⁻12 എന്ന് കിട്ടും അല്ലെ? കിട്ടത്തില്ലേ? 10⁻⁻7 + -19 12 വരില്ലേ? അപ്പൊ 2 × 10⁻12 ഇലക്ട്രോൺ കിട്ടും. ഇത്രയും ഇലക്ട്രോൺസ് ആണ് നിങ്ങളെ ബോഡിയിലേക്ക്. അപ്പൊ ഒരു ബോഡിക്ക് -3 × 10⁻⁻7 ചാർജ് നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഇലക്ട്രോൺസ് നിങ്ങൾ ആ ബോഡിക്ക് കൊടുത്തപ്പോഴാണ് അതിൽ -3 × 10⁻⁻7 കൂളം ചാർജ് അതിലേക്ക് കയറിയത്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇനി അപ്പൊ അതിൽ എത്ര മാസ്? അപ്പൊ ഇത് ചാർജിന്റെ എണ്ണം 2 × 10⁻12 ആണെന്ന് മനസ്സിലായി. ഇനി അതിൽ എത്ര മാസം അപ്പൊ കിട്ടി കാണും? ഒരു ഇലക്ട്രോണിന്റെ മാസ് ഇൻറ്റു ഇത്രയും എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും മാസ് കയറിയിട്ടുണ്ടാവൂലേ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പൊ ഇത്രയും ഇലക്ട്രോൺ, അപ്പൊ ഞാനത് ഇത്രയും ഇലക്ട്രോണിന്റെ എണ്ണം നിങ്ങൾക്ക് അറിയാം. ഒരു ഇലക്ട്രോണിന്റെ മാസ് നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഒരു ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 3 × എത്രയാണ്? 9.1 × 10⁻. ഒരു ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? 9.1 സുഹൃത്തുക്കളെ, ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 ആണ് അല്ലേ? ഇങ്ങനത്തെ ഇത് ഒരു ഇലക്ട്രോണിന്റെ മാസ് ആണ്. പക്ഷെ നമ്മൾ എത്ര ഇലക്ട്രോൺ അപ്പൊ കൊടുത്തിട്ടുള്ളത്? ഇത്രയും കൊടുത്തിട്ടില്ലേ? അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ നിങ്ങക്ക്? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനെന്ത് ചെയ്യുക? ഇത്രയും 9.1 × 10⁻31 ഇലക്ട്രോൺ ആണ് നമ്മൾ അത്രയാണ് ഒരു ഇലക്ട്രോണിന്റെ മാസ്. അപ്പൊ ഇതിനെ 2 × 10⁻12 നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും ഇലക്ട്രോൺസിനെ അപ്പൊ ഒരു ഇലക്ട്രോണിന്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അത്രയും മാസ് എന്തുണ്ടാവും? ഈ ബോഡിയിലേക്ക് കയറും. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് 2 × എത്ര എഴുതാം? n × m ചെയ്ത് എത്ര കിട്ടും? ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈ 9.1 ഉള്ളത് 10 ആക്കി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് 2 × 10⁻−18 2 × 10⁻−18 ഇതായിരിക്കും ഓപ്ഷൻ. ഇത്രയും ഇലക്ട്രോൺ അപ്രോക്സിമേറ്റ്ലി ഇത്രയും മാസ് ആ ബോഡിയിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പൊ ഒരു ഇലക്ട്രോൺ ഒരു മാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും ഇലക്ട്രോൺസ് കയറ്റി കഴിഞ്ഞാൽ
ഒരു ഇലക്ട്രോണിന്റെ മാസ് കൊണ്ട് അത്രയും എണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മാസ് കയറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് അതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പൊ നിങ്ങൾ Q=N വെച്ച് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചോദിക്കും. ഓക്കെ, ചിലപ്പോ ഇതിപ്പോ മൈനസ് ഇത്രയും ഇലക്ട്രോൺസ് ഇതിലേക്ക് കയറിയേക്കാണ്. ചിലപ്പോ ഇനി ഒരു ബോഡിയിൽ നിന്ന് ഇത്രയും ഇലക്ട്രോൺസ് എടുത്തു കളഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോഴും അതന്നെ സംഭവിക്കാം. ഓക്കെ, അപ്പൊ തിരിച്ചു ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പം അത്രയും ചാർജ് അത് പോവുകയാണ്, എന്നിട്ട് അതിന് പോസിറ്റീവ് ചാർജ് വരുന്നു. അപ്പൊ അത്രയും ഇലക്ട്രോണിക് ചാർജ് കാണുക, N × ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടു കഴിഞ്ഞാൽ അത്രയും പോസിറ്റീവ് ചാർജ് ആ ബോഡിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ മതി. ഇലക്ട്രോൺ പോകുമ്പോൾ ആ ബോഡിക്ക് എന്ത് ചാർജാ വരിക? ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ അത്രയും പോസിറ്റീവ് ചാർജ് കിട്ടി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നേരെ റിവേഴ്സ് പറഞ്ഞാൽ മതി. അപ്പൊ ആ രീതിയിലാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞോളൂ. എന്തായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യന്? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനിവിടെ സൂം ചെയ്യാണ്. ഓക്കെ, ഇങ്ങോട്ട് നോക്കുക. 4 ചാർജസ് ആർ അറേഞ്ച്ഡ്. അതായത് ഇവിടെ എത്ര ചാർജസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? 4 ചാർജസ്. അതായത് ABCD. എയിൽ +Q ചാർജ് വെച്ചിട്ടുണ്ട്, ബിയിൽ +2Q ചാർജ് വെച്ചിട്ടുണ്ട്, സിയിൽ +Q വെച്ചിട്ടുണ്ട്, ഡിയിൽ -2Q വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് കഴിഞ്ഞാല് ഇതില് നമ്മൾ O എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ ചാർജ് ഓൾറെഡി അവിടെ ഉണ്ട്, ഇതിലൂടെ നിങ്ങൾ വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ പോസിറ്റീവ് ചാർജ് കെപ്റ്റ് അറ്റ് ദ സെന്റർ ഓഫ്. നിങ്ങൾ ആ സ്ക്വയറിന്റെ സെന്ററിൽ O എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടില്ലേ? അവിടെ നിങ്ങളൊരു ചാർജിനെ കൊണ്ടുവന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ചാർജ് കൊണ്ടുവന്നാക്കാം, ഒരു പോസിറ്റീവ് ചാർജ്, അത് 2 കൂളംബ് ആവാം, 4 കൂളംബ് ആവാം, ഏതെങ്കിലും ഒരു ചാർജ് നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതല്ലേ ചോദ്യം? അപ്പൊ നമുക്കത് ഓക്കെ, ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഞാൻ ചെയ്യുന്നത് ശരിക്കും നോക്കുക. ഞാനിവിടെ ചെയ്യാൻ പോവാണ്. ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ഞാനൊരു ക്യാപിറ്റൽ Q വെച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ പോസിറ്റീവ് ചാർജ് ക്യാപിറ്റൽ Q വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, കാണുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഈ +Q, എയിലുള്ള +Q ഈ ക്യാപിറ്റൽ Qനെ എന്താ ചെയ്യുക? തട്ടിത്തെറിപ്പിക്കാൻ നോക്കൂലേ? റിപ്പിൾ ചെയ്യില്ലേ? പോസിറ്റീവ് റിപ്പിൾ ചെയ്യില്ലേ? ഞാൻ അതിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ആ എയിലുള്ള +Q ആ ക്യാപിറ്റൽ Qനെ എങ്ങോട്ട് തെറിപ്പിക്കാൻ നോക്കും? തെറിപ്പിക്കുന്ന ഡയറക്ഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിയിലുള്ള +Q എന്ത് ചെയ്യും? അതുപോലെ തിരിച്ച് തെറിപ്പിക്കാൻ നോക്കും. കാര്യം എന്താണ്? പോസിറ്റീവ് എന്ത് ചെയ്യും? എപ്പോഴും റിപ്പൾഷനിലായിരിക്കും. അപ്പോൾ സിയിലുള്ള +Q റിപ്പിൾ ചെയ്യുന്ന ഡയറക്ഷനും എയിലുള്ള +Q റിപ്പിൾ ചെയ്യുന്ന ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആ രണ്ട് ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? പോവും. രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? ഒരേ ചാർജുകൾ ഒരേ ഡയറക്ഷനിൽ. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ അവക്കിടയിൽ ഇനി ആ +Q മൂലം ആ ക്യാപിറ്റൽ Qല് ഇനി ആ രണ്ട് സൈഡിലുള്ള ആ രണ്ട് കോർണറിലുള്ള ചാർജ് മൂലം ഒരു ഫോഴ്സ് ഉണ്ടാകത്തില്ല. രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ബിയിലുള്ള +2Q എന്ത് ചെയ്യും? അതിനെ ഇങ്ങോട്ട് റിപ്പിൾ ചെയ്യില്ലേ? ഇപ്പൊ ഞാൻ റിപ്പിൾ ചെയ്യുന്ന ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, +2Q, ബിയിലുള്ള +2Q അതിനെ ഇങ്ങോട്ട് റിപ്പിൾ ചെയ്യുന്നു. അതേസമയം ഡിയിലുള്ള -2Q അത് -2Q ആണ്. -2Q ആയതുകൊണ്ട് അത് ആ സെന്ററിലുള്ള Qയെ അട്രാക്ട് അല്ലേ ചെയ്യുക? അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ ബിന്ന് ക്യാപിറ്റൽ Qനെ തള്ളുന്നു. ആ തള്ളുന്നതിനെ ഡിയിലുള്ള -2Q വലിച്ചെടുക്കുന്നു. അവിടെ രണ്ടും ഒരേ ഡയറക്ഷൻ അല്ലേ വന്നിട്ടുള്ളത്? ബിന്ന് ഓയിലേക്കും ഒന്ന് ഡിയിലേക്കുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒന്നല്ലേ? അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യും? ആഡ് ചെയ്ത് വരും. അപ്പൊ എലോങ് ദ BD ആയിരിക്കും ആ ഫോഴ്സ് ഉണ്ടാവുക. മറ്റേത് രണ്ടും മറ്റേ ഡയഗണലിലുള്ള ക്യാൻസൽ ചെയ്ത് പോയി. പക്ഷെ ഇവിടെ നെറ്റ് ഫോഴ്സ് ഉണ്ടാവും. രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട്, മറ്റേത് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ക്യാൻസൽ ആയത്. ഇവിടെ രണ്ട് ഫോഴ്സ് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് എന്ത് ചെയ്യും? അത് രണ്ടും ആഡ് ചെയ്ത് വരും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരും? എലോങ് ദ ഡയഗണൽ BD ആയിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, ഐഡിയ കിട്ടിയോ?
യെസ്. ഇനി അപ്പൊ അതാണ് അവിടെ അങ്ങനെയാണ് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓരോന്നിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് നോക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ഇ തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ഫ്രം റെസ്റ്റ്. The velocity of the electron when it traveled a distance 2 into 10 raised to minus 2 meter is nearly. ഇതിന്റെ ഇ ബൈ എം റേഷ്യോ തന്നിട്ടുണ്ട്. എന്തൊക്കെ ഇവിടെ തന്നിട്ടുള്ളത്? നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, ആരൊക്കെ വരച്ച് കളിക്കുന്നുണ്ടല്ലോ. ഓക്കെ, യെസ്, നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അത് ആക്സിലറേറ്റ് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് അപ്പോൾ അതിന് വെലോസിറ്റി തന്നിട്ടുണ്ട്, വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്യുന്നു തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിക്കാം. നമ്മളിപ്പോ ഇലക്ട്രോണിന്റെ കാര്യങ്ങളൊക്കെ മറക്കാം. നമുക്ക് ലോജിക്ക് ഉപയോഗിച്ചിട്ട് ഒരു വസ്തു റെസ്റ്റിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് തന്നെ വരിക. നമ്മള് ബേസിക് ആയിട്ടുള്ളത് ഇക്വേഷൻ ഓഫ് മോഷൻ ആണല്ലോ. ഡിസ്റ്റൻസും വെലോസിറ്റിയും ടൈം ഒക്കെ കണക്ട് ചെയ്യുന്നത് നമ്മളത് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. അപ്പൊ നമ്മള് ഒരു വെലോസിറ്റി, ഒരു വസ്തു എസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു, റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ യു എന്ന് പറഞ്ഞ ടേം അവിടെ വന്നു. റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ യു 0 ആണ്. ഓക്കെ, പിന്നെ അത് എസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എസ് വന്നു കഴിഞ്ഞു, അതിന്റെ വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്മോൾ വി. ഈ വെലോസിറ്റിയും ഡിസ്റ്റൻസും ഒക്കെ കണക്ട് ചെയ്യുന്ന എസും, അതായത് എസ് ഡിസ്റ്റൻസും വെലോസിറ്റി വിയും യുവും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഏതാ ഇക്വേഷൻ ഓഫ് മോഷനിൽ എന്ന് പറയാമോ? വെലോസിറ്റി എസ് ആൻഡ് നമ്മുടെ യു, വി എസ് യു, ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഏതാ? വി എസ് യു. ഇത് മൂന്നുമാണ് നമുക്ക് ക്വസ്റ്റ്യനിലുള്ള പാരാമീറ്റർ. അപ്പൊ നമ്മൾ അതിലേക്ക് പോകണം. ഓക്കെ, ടൈം തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ തട്ടിക്കളയാം. വി സിക്കൽ ടു യു പ്ലസ് എ ടി, അതിൽ ടൈം ഉണ്ട്, അപ്പൊ അത് വേണ്ട. എസ് സിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അതും തട്ടിക്കളയാം, അതിലെന്തുണ്ട്? ടൈം ഉണ്ട്. ഇനി നമുക്ക് ഉള്ളത് ടൈം ഇല്ലാത്ത ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. ഏതാണ്? വി സ്ക്വയർ സിക്കൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ? ഈ ക്വസ്റ്റൻ അല്ലേ? റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടേം 0 ആയിട്ട് കൂട്ടാം. അപ്പൊ വി സ്ക്വയർ സിക്കൽ ടു 2as, അപ്പൊ വി സിക്കൽ ടു റൂട്ട് 2as. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലം തീർന്നില്ലേ? അപ്പൊ നമുക്ക് എസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എ കാണാനാണ് നിങ്ങൾക്ക് പണി. എ കാണാനാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യന്റെ കോൺസെപ്റ്റ് തന്നെ അതാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡില് ഒരു ചാർജ്, അപ്പൊ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ 2 ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ എ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എങ്ങനെ കണ്ടുപിടിക്കുക? എ കണ്ടുപിടിക്കാനേ ആർക്കെങ്കിലും പറയാമോ? എ എങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജഡ് പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് പറയാം. ഒരു ഇലക്ട്രിക് ഫീൽഡില് ഒരു ചാർജിന് ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്താണ്? പോട്ടെ, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജിന് ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഉണ്ടാകുമ്പോഴാണല്ലോ എഫ് ഇസിക്കൽ ടു എം എ അല്ലേ? ഫോഴ്സ് ഉണ്ടാകുമ്പോഴാണല്ലോ ആക്സിലറേഷൻ ഉണ്ടാവുക. ഫോഴ്സും ആക്സിലറേഷനും കണക്റ്റഡ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാല് അതിലുണ്ടാവുന്ന ഫോഴ്സ് എന്താണ്? അതിന്റെ ബേസിക് ഫോർമുല എന്താണ്? എഫ് ഇസിക്കൽ ടു, പറഞ്ഞോളൂ, എഫ് ഇസിക്കൽ ടു QE. എഫ് ഇസിക്കൽ ടു QE ആണ് നമുക്കറിയാവുന്നത് അല്ലെ? എഫ് ഇസിക്കൽ ടു MA ആണെന്ന് അറിയാം. അപ്പൊ അതിന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി സിക്കൽ ടു റൂട്ട് 2as ആണ്. അതില് നമുക്ക് എ അറിയില്ല. അപ്പൊ നമ്മൾ എഫ് സിക്കൽ ടു ഇലക്ട്രിക് ഫീൽഡിൽ ഫോഴ്സ് QE ആണെന്ന് പറഞ്ഞു. എഫ് എന്ന് പറയുന്നത് MA ആണ് ന്യൂട്ടന്റെ ലോ പ്രകാരം. അപ്പൊ എ എത്രയാണ്? QE ബൈ M.
എ എന്താണ്? ക്യു ഇ ബൈ എം. ഇനി നിങ്ങൾക്ക് I ബൈ എം ഇതൊരു ഇലക്ട്രോൺ അല്ലേ? അപ്പൊ ചാർജ് ഇലക്ട്രോൺ അല്ലേ? അല്ലേ? ഇവിടെ ഒരു ആക്സിലറേറ്റഡ് ഇലക്ട്രോൺ ആണ് പറഞ്ഞിട്ട്, അപ്പൊ ക്യൂന് ഇലക്ട്രോണിന്റെ ചാർജ് അല്ലേ വരിക? ക്യൂ ഇലക്ട്രോൺ എടുക്കുക. ഇ ബൈ എം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആക്സിലറേഷനിൽ ക്യൂ ബൈ എം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ ആവുമ്പോ ഈ ക്യൂ ബൈ എം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിച്ചൂടെ? ഓക്കെ. അപ്പൊ നിങ്ങൾ ക്യൂ ബൈ എം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇ ബൈ എം എന്ന് പറയുന്നത് വാല്യൂ 1.8 × 10⁻11 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. അപ്പൊ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡ് ആണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതും അവിടെ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ കണ്ടുപിടിക്കുക. എസ് ക്വസ്റ്റ്യനിൽ, അപ്പൊ എ കിട്ടി. എസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? ഡിസ്റ്റൻസ് 2 × 10⁻² മീറ്റർ. അതും ക്വസ്റ്റ്യനിലൂടെ തന്നിട്ടുണ്ട്. 2 × 10⁻². അപ്പൊ എല്ലാ വാല്യൂം കിട്ടി. അപ്പൊ നിങ്ങൾക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ ഇതുപോലെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല്, ഫിസിക്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബേസിക് ഇക്വേഷൻ എന്താണെന്ന് ചിന്തിക്കുക. ആ ബേസിക് ഇക്വേഷനിൽ അപ്പൊ കണക്ട് ചെയ്യുന്ന ഫോർമുലയിലേക്ക് പോവുക. എന്നിട്ട് അതിൽ നിന്നും നമുക്ക് ഉള്ള ഓരോ ടേമുകളെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇതാണ് ആ പ്രോബ്ലം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് 8.5 × 10⁻6 എന്ന് കിട്ടും. ഡി ആണ് ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ അവിടെ മാർക്ക് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ഓപ്ഷൻ ഡി എന്ത് ചെയ്യുക, കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് വരാം. എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്ന് വായിച്ചേ. An electric dipole is placed at an angle of 13 degrees with an electric field of velocity 2 × 10⁻. Torque equal to 4 Newton meter. Calculate the charge on the dipole if the dipole length is 2 centimeter. അപ്പൊ നിങ്ങൾ ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്താണ് തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ടോർക്ക് തന്നിട്ടുണ്ടല്ലോ. ക്വസ്റ്റ്യനിൽ ടോർക്ക് ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ടോർക്കിന് നമ്മള് ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. ടോർക്ക് നമ്മൾ തിയറി പഠിച്ചപ്പോൾ ആദ്യം നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ലാസ്റ്റ് പാർട്ട് ഓഫ് അവർ തിയറി ഡിസ്കഷൻ നമ്മൾ ടോർക്ക് എത്രയെന്ന് നമ്മൾ പഠിച്ചു. ആ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ആ ടോർക്ക് എത്രയാണ്? ടോർക്ക് എത്രയായിരുന്നു നമ്മൾ പഠിച്ചത്? ടോർക്ക് ഇസ് ഈക്വൽ ടു എന്ന് പഠിച്ചത് ടോർക്ക് ഇസ് ഈക്വൽ ടു PE. യെസ്, P × E. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ടോർക്ക് P × E ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ നിങ്ങൾ എഴുതി തരിക. അപ്പൊ എനിക്ക് സന്തോഷമാവും. PE sin θ. ഓക്കെ. അപ്പൊ ടോർക്ക് ഇസ് ഈക്വൽ ടു PE sin θ. ഓക്കെ. ഇതില് നമുക്ക് ടോർക്ക് തന്നിട്ടുണ്ട്, 4 ആണ് തന്നിട്ടുണ്ട്. ഈ ഡൈപോൾ മൊമെന്റ് നമുക്ക് ചാർജ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഡൈപോൾ മൊമെന്റിലാണ് ഈ ചാർജ് കിടക്കുന്നത്. കാര്യം ഡൈപോൾ ചാർജ് എന്ന് പറയുന്നത്, ഡൈപോൾ മൊമെന്റ് നമ്മൾ എന്താന്ന് പറഞ്ഞത് 2AQ. അപ്പൊ നമുക്ക് ടോർക്ക് ഇസ് ഈക്വൽ ടു ഡൈപോൾ മൊമെന്റിന്റെ ഡിസ്റ്റൻസ് ഇൻറ്റു 1 ഓഫ് ദ ചാർജ് ആണ് ഇൻറ്റു E sin θ. ഓക്കെ. അപ്പൊ ഡൈപോൾ ഈ ചാർജ് ആണ് നമ്മളോട് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ചാർജ് ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ബൈ എന്താ വരിക? ദാറ്റ് ഈസ് ടോർക്ക് ഡിവൈഡർ ബൈ ടോർക്ക് ഡിവൈഡർ ബൈ 2A E sin θ അല്ലേ? അതല്ലേ വരിക? അത് എവിടുന്ന വന്ന ടോർക്ക് ഇസ് ഈക്വൽ ടു 2PE sin θ. ഈ ഇക്വേഷന് ഇതാണ് നമ്മുടെ ടോർക്കിനുള്ള ഇക്വേഷൻ. ടോർക്ക് ഇസ് ഈക്വൽ ടു PE sin θ ആണ്. അതിൽ പിക്ക് ഞാൻ 2AQ എന്ന് കൊടുത്തു. E sin θ. നമുക്ക് ചാർജ് ആണ് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചാർജ് ഞാൻ ഇവിടെ നിർത്തി. ചാർജ് ഇസ് ഈക്വൽ ടു τ ബൈ 2A E sin θ. ഇനി ഈ ക്വസ്റ്റ്യന്റെ എല്ലാം തന്നിട്ടുണ്ട്. അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ. ടോർക്ക് 4 ആണ് തന്നിട്ടുണ്ട് അല്ലെ? ഈ ഡൈപോളിന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 × 10⁻². E തന്നിട്ടുണ്ട്. E എത്രയാണ്? 2 × 10⁵ അല്ലെ? അതും തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 2 × 10⁵. ഇനി sin 30. sin 30യുടെ വാല്യൂ 1/2 അല്ലേ?
അല്ലേ? അപ്പൊ അതിന് 1/2. അപ്പൊ ഈ 2ഉം വെട്ടിപ്പോവും. അപ്പൊ 4/2 2 വരും. അപ്പൊ 2/10⁻³ ദാറ്റ് ഈസ് 2 milli-coulomb എന്ന് വരും. ചാർജ് എത്ര വരും? 2 milli-coulomb എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ അതിലില്ലേ? അല്ലേ? ഏതാണ്? ഡി. ഓപ്ഷൻ ഏതാണ്? ഡി. ഓക്കെ. അപ്പൊ അതാണ് അപ്പൊ ആ ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ ടോർക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ടോർക്ക് തന്നിട്ട് ചാർജ് കാണാൻ പറയാം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ചാർജ് തരും, ചിലപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും കാണാൻ പറയാ. അങ്ങനെ പല രീതിയിൽ അത് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് തരാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഭംഗിയായിട്ടൊന്ന് വായിച്ചോളൂ. എല്ലാവരും വായിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. The net electric flux passing through a square side parallel to YZ plane is ഓക്കെ. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനില് നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് അതിലേക്ക് വരാം. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ റീജിയൻ ഗിവൺ ബൈ AI പ്ലസ് BJ വേർ A ആൻഡ് B ആർ കോൺസ്റ്റന്റ്സ് എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ സ്ക്വയർ ഏരിയ ഓഫ് സൈഡ് L പാരലൽ ടു YZ പ്ലെയിൻ ഈസ്. ഇവിടെയൊക്കെ നമ്മൾ ശരിക്ക് നമ്മൾ ഇവിടെയൊക്കെ ഈ പ്രോബ്ലത്തിൽ തന്നെ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് സാധാരണഗതിയിൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയയും തന്നു കഴിഞ്ഞാല് ഫ്ലക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഫ്ലക്സ് കാണാൻ ശരിക്ക് E.A എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, E.A. ഓക്കെ, ക്രോസ് അല്ല, E.A. അപ്പൊ ഞാനിവിടെ ഡോട്ട് ആക്കുക. E.A ഇതാണ് നമ്മുടെ ഫ്ലക്സ് കാണാനുള്ള ജനറൽ എക്സ്പ്രഷൻ. E.A. ഓക്കെ, ഇതാണ് നമ്മൾ ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചത്. പക്ഷെ ഇവിടെ എന്താ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാല്, ഈ YZ നമുക്ക് ഈ ഏരിയക്ക് ഡയറക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ ഉള്ള പോലെ തന്നെ ഏരിയ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് അറിഞ്ഞെങ്കിലേ നമുക്ക് ഈ ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റുക. കാര്യം YZ പ്ലെയിനിലാണ് ഏരിയ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് YZ പ്ലെയിനിൽ ഏരിയയുടെ ഡയറക്ഷൻ എന്താണെന്നും കൂടെ അറിയണം. ഓക്കെ, ഇപ്പൊ ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു XYZ പ്ലെയിനോട് വരയ്ക്കാണ്. ഇതാണ് X, ഇതാണ് Y, ഇതാണ് Z. ഓക്കെ, ഇനി YZ പ്ലെയിന്റെ ഏരിയ എന്താണ്? ഇതാണ് നമ്മുടെ YZ പ്ലെയിൻ ഏരിയ. ഓക്കെ, ഇതാണ് നമ്മുടെ YZ പ്ലെയിൻ. അപ്പൊ ഇവിടെ ഉള്ള ഒരു ഏരിയ ഇതുപോലെ ആയിരിക്കും. കണ്ടോ, ഈ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാമോ ഈ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഒരു ലൈന് ഇട്ടാലും മതി. ഓക്കെ 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 അവിടെ നോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ഏരിയയുടെയും ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ അതായിരിക്കും. അതായത് ഇപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഏതൊരു ഏരിയയുടെ ഡയറക്ഷന് വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും എന്ത്? അതിന്റെ ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ I-cap ആണ് YZ പ്ലെയിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? I-cap അല്ലേ? അല്ലേ? ഇത് കാര്യം X ആക്സിസിലേക്കാണ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? I-cap.
അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ സ്ക്വയർ, അപ്പൊ ഏരിയ എന്താണെന്ന് നമുക്കറിയാം. ഇതൊരു സ്ക്വയർ പ്ലേറ്റ് ഓഫ് ലെങ്ത് L ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ L ഇൻറ്റു L എത്ര വരും? ഏരിയ എന്ന് പറയുന്നത് സ്ക്വയർ പ്ലേറ്റ് ആകുമ്പോൾ ഏരിയ എത്ര വരും? L സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് L സ്ക്വയർ ഐ ക്യാപ്പ് ആണ്. ഓക്കെ, അപ്പൊ L സ്ക്വയർ ഐ ക്യാപ്പ് ആണ് അതിന്റെ ഡയറക്ഷൻ വിത്ത് ഡയറക്ഷൻ. ആ ഡയറക്ഷൻ വേണം. ഈ ഐ ക്യാപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ പ്രോബ്ലത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ YZ പ്ലെയിന്റെ ഏരിയ പ്ലോട്ട് ചെയ്തു, അതിന്റെ ഡയറക്ഷൻ ഐ ക്യാപ്പ് ആണെന്ന് മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് XZ പ്ലെയിന്റെ ഏരിയ ഇവിടുന്ന് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇതാണ് XZ പ്ലെയിൻ, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് നേരെ അതിന്റെ ഡയറക്ഷൻ J ക്യാപ്പ് ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ വെച്ച് കഴിഞ്ഞാൽ J ക്യാപ്പ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കട്ടോ. അപ്പൊ നമുക്ക് ഫ്ലക്സ് സിക്കൽ ടു ഇ ഡോട്ട് ആണ്. ഇ ഡോട്ട് ആണ്. ഇ എന്ന് പറയുന്നത് ഇവിടെ A ഐ ക്യാപ്പ് പ്ലസ് B J ക്യാപ്പ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? ഡോട്ട് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് A ക്യാപ്പ് പ്ലസ് B J ക്യാപ്പ് ഡോട്ട് A. അപ്പൊ എന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു, L സ്ക്വയർ ഐ ക്യാപ്പ്. ഓക്കെ, അപ്പൊ ഇതല്ലേ സംഗതി. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് L സ്ക്വയർ ഐ ക്യാപ്പ് എന്നുള്ള ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഈ L സ്ക്വയറിന്റെ ഡയറക്ഷൻ YZ പ്ലെയിൻ ആയതുകൊണ്ട് ഐ ക്യാപ്പ് ആണ്. ഇത് ചെയ്താൽ എത്ര കിട്ടും? ഐ ഡോട്ട് ഐ 1 വരും. അപ്പൊ A ഇൻറ്റു L സ്ക്വയർ എന്ന് വരും. A ഇൻറ്റു L സ്ക്വയർ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ A L സ്ക്വയർ ഇൻറ്റു ഐ ഡോട്ട് ഐ 1 വരും. ഐ ഡോട്ട് J എത്ര വരും? B J ക്യാപ്പ് ഇൻറ്റു L സ്ക്വയർ ഐ ക്യാപ്പ് ഇത് 0 വരും. കാര്യം J ഡോട്ട് ഐ ക്യാപ്പ് 0 ആണ്, ഐ ഡോട്ട് ഐ 1 ആണ്. അപ്പൊ ഇതില് ഏതാ വരിക ആൻസർ? A L സ്ക്വയർ. ഏതാ ആൻസർ വരിക? A L സ്ക്വയർ. അപ്പൊ ഏതാ ആൻസർ വരിക? B അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് അതും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഭംഗിയായിട്ടൊന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 6 എല്ലാവരും ഭംഗിയായിട്ടൊന്ന് വായിച്ചേ. എന്താണ് ക്വസ്റ്റ്യനിൽ പറയണത്? An infinite plane parallel sheets separated by a distance d have equal and opposite uniform charge densities. A എന്നല്ല, സിഗ്മ എന്നാണ്. സിഗ്മ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ബിറ്റ്വീൻ സിറ്റീസ്. ഓക്കെ, അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം ഇതാണ്. A L സ്ക്വയർ അല്ല, 2 ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d. അപ്പൊ ഞാനിവിടെ 2 ഇൻഫിനിറ്റ് ഷീറ്റ് വരക്കാൻ പോവാണ്. ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ഇതാണ് വിചാരിക്കുക. ഓക്കെ, ഇത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് യൂണിഫോം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് സിഗ്മ ആണെങ്കിൽ ഇതെന്താണ്? മൈനസ് സിഗ്മയാണ്. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഡെൻസിറ്റീസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് സിഗ്മ ആണെങ്കിൽ ഇതെന്തായിരിക്കും? മൈനസ് സിഗ്മ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത്രയും കാര്യമാണ് തന്നിട്ടുള്ളത്. നമ്മോട് ചോദിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ബിറ്റ്വീൻ ഷീറ്റീസ്. അതായത് ഈ ഷീറ്റുകൾക്കിടയിൽ നിങ്ങളൊരു പോയിന്റ് കൺസിഡർ ചെയ്താൽ, അതായത് ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്ന വിചാരിക്കുക, അവിടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഞാൻ ഗോസസ് ലോന്റെ അപ്ലിക്കേഷൻ ആയിട്ട് ഒരു ഷീറ്റ് മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര പഠിപ്പിച്ചെന്നത് ഒന്ന് പറയാമോ? ഒരു ഷീറ്റ് മൂലം r ഡിസ്റ്റൻസ് അകലെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും നമ്മൾ തിയറി മെൻഷൻ ചെയ്തപ്പോൾ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. സിഗ്മ ബൈ 2ε0. ഓക്കെ, വെരി ഗുഡ്. ഒരാൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സിഗ്മ ബൈ 2ε0. അപ്പോൾ ഇനി നമുക്ക് ഡയറക്ഷൻ നോക്കാം. ഈ പോസിറ്റീവ് ഫീൽഡ് ഇങ്ങനെ അകന്നു പോവല്ലേ ചെയ്യുക? പോസിറ്റീവ് ഫീൽഡ് ഇങ്ങോട്ട് അകന്നു പോവാ ചെയ്യുക. ഈ സൈഡിലേക്കും അകന്നു പോവും, ഈ സൈഡിലേക്കും അകന്നു പോവും. പക്ഷെ നെഗറ്റീവിന് ഫീൽഡ് എന്ത് ഡയറക്ഷൻ ആയിരിക്കും? അടുത്തേക്ക് വരികയല്ലേ ചെയ്യുക. അപ്പൊ നെഗറ്റീവിന്ന് ഫീൽഡ് അടുത്തേക്ക് വരും. ഈ സൈഡിൽ നിന്നും അടുത്തേക്ക് വരും, ഈ സൈഡിൽ നിന്നും അടുത്തേക്ക് വരും. അപ്പൊ കണ്ടോ, ഞാനിപ്പോ പ്ലസ് സിഗ്മ ഇട്ട് കൊടുത്തുനിന്ന് ഷീറ്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കും അകന്നു പോകുന്നു. മൈനസ് സിഗ്മ ഇട്ട് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്നും അതിന്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പൊ നിങ്ങൾ സെൻട്രലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും.
സെൻട്രലില് പോസിറ്റീവ് മൂലം ഇതാ ഞാൻ ആ പോയിന്റ് ഇട്ട ആ രണ്ട് ഷീറ്റിന്റെ ഇടയ്ക്കുള്ള രണ്ട് ആരോ മാർക്ക് വെക്കുക. പോസിറ്റീവ് മൂലം ഉള്ള ഫീൽഡിന്റെ ഡയറക്ഷനും നെഗറ്റീവ് മൂലമുള്ള ഫീൽഡിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ അല്ലേ? ഇൻ ബിറ്റ്വീൻ ദ ഷീറ്റ് വന്നിട്ടുള്ളത് ഒരേ ഡയറക്ഷൻ അല്ലേ? അല്ലേ? ആണോ? യെസ്. അപ്പോൾ അത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ആഡ് ചെയ്യണം. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നിന്റെ സിഗ്മ ബൈ 2ε0 ഡയറക്ഷൻ സെയിം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അത് രണ്ടും ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? ദാറ്റ് ഈസ് സിഗ്മ ബൈ 2ε0 ആണ് ഒരു ഷീറ്റ് മൂലം നമ്മൾ പഠിച്ചത്. അപ്പൊ രണ്ട് ഷീറ്റ് മൂലം സിഗ്മ ബൈ 2ε0 ഡിവൈഡ് പ്ലസ് സിഗ്മ ബൈ, ഇത് ചെയ്യുമ്പോൾ എത്ര വരും? സിഗ്മ ബൈ ε0. അപ്പൊ ആൻസർ ഏതാ വരിക? സിഗ്മ ബൈ ε0. അപ്പൊ ഓപ്ഷൻ ഏതാ? സി. ഓപ്ഷൻ ഏതാ വരിക? സി ആയിരിക്കും അപ്പൊ ആൻസർ വരിക കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഒരാൾ അവിടെ സീൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക, ഭംഗിയായിട്ട് വായിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 7 നിങ്ങളൊന്ന് ഭംഗിയായിട്ട് വായിച്ച്. എയ്റ്റ് ഡൈപോൾ ഓഫ് ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഇ. ആളുകൾക്ക് ഓപ്ഷൻ വേണമെങ്കിൽ ടിക്ക് ചെയ്യാം കേട്ടോ. ഓപ്ഷൻ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. ഒരാള് ഡി ടിക്ക് ചെയ്തിട്ടുണ്ട്, ഒരാള് ബി ടിക്ക് ചെയ്തിട്ടുണ്ട്. ആൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരാള് വീണ്ടും ബി ടിക്ക് ചെയ്യുന്നു, ഒരാള് വീണ്ടും പലതും ടിക്ക് ചെയ്യുന്നു, ചിലവര് വേറെ സ്ഥലത്തൊക്കെയാണ് ടിക്ക് ചെയ്യുന്നത്. ഓപ്ഷൻസിന് അവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, യെസ്. എല്ലാവരും 16E/ε0 ടിക്ക് കൂടി അതൊരു ടിക്ക് മയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്. ഇനി ടിക്ക്. ഓക്കെ, അപ്പൊ 16E/ε0 ആണ്. മേജർ ആയിട്ടുള്ള ആളുകളും ഒക്കെ 16E/ε0. ഓക്കെ, യെസ്. അപ്പൊ ഇനി ആരും ടിക്ക് ചെയ്യണ്ട, ഇനി നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. ഇനി എല്ലാവരും ഒന്ന് ടിക്ക് ചെയ്തതൊന്ന് അപ്പൊ ടിക്ക് ചെയ്തൊക്കെ ഞാനൊന്ന് വായിക്കാൻ പോവാണ്. യെസ്. ഇനി മൊത്തത്തിൽ ടിക്ക് ചെയ്യണ്ട. യെസ്, ഇനി അതിലേക്ക് വരിക. ഇനി നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് വരാം. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? 8 ഡൈപോൾസ് ഓഫ് ചാർജ് മാഗ്നിറ്റ്യൂഡ് ഇ placed inside the cube. Total electric flux coming out of the cube will be. ഓക്കെ, ഇതിന്റെ ഈ ചോദ്യം നമ്മൾ ഒരു ക്യൂബിനകത്താണ് വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഈ മൊബൈൽ ഫോണിന്റെ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈ PDF ഫയൽ ഷെയർ ചെയ്തിട്ടുള്ള ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഓക്കെ, ഇത് ആ ഒരു ക്യൂബാണെന്ന് ഞാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇത് ഞാനൊരു ക്യൂബാണെന്നാണ് വിചാരിച്ചു കഴിഞ്ഞാല്, ഓക്കെ, ഇതാണ് ഒരു ക്യൂബ് എന്ന് വിചാരിക്കുന്നു. ചിലപ്പോ അങ്ങോട്ട് റൈറ്റിങ്സ് കിട്ടുന്നില്ലല്ലോ. ഇതൊരു ക്യൂബാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതൊരു ക്യൂബാണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ ബോർഡർ കൊടുത്തിരിക്കുന്ന ഒരു ക്യൂബാണെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഞാൻ 8 ഡൈപോൾ വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് -q + q ഒരു ഡൈപോൾ, -q + q 2 ഡൈപോൾ, -q + q 3 ഡൈപോൾ, -q + q 4 ഡൈപോൾ, -q + q 5 ഡൈപോൾ, -q + q 6 ഡൈപോൾ, -q + q 7 ഡൈപോൾ, -q + q 8 ഡൈപോൾ. 2 4 6 8 ഡൈപോൾ ആയില്ലേ? ഇനി ഇങ്ങോട്ട് നോക്കുക.
ഇനി ഇതിൽ ഭയങ്കര രസകരമായ സംഗതികൾ നടക്കാൻ പോവാണ്. ഇവിടെ എത്ര ചാർജ് ഉണ്ട് ടോട്ടല്? ഇത് എത്ര ടോട്ടൽ ചാർജ് ഉണ്ട്? -8q അല്ലേ? -8q അല്ലേ? 8 ഡൈപോൾ ഉണ്ടാവുമ്പോ 8 നെഗറ്റീവ് ചാർജ് ഇല്ലേ? 8. ഇവിടെ എത്ര +q ചാർജ് ഉണ്ട്? 8 +q ചാർജ് ഉണ്ട്. അപ്പൊ ഒന്ന് -q ആണ്, ഒന്ന് +q ആണ്. അപ്പൊ ടോട്ടൽ ചാർജ് എത്രയാണ്? 8 -q + 8 + q എത്രയായിരിക്കും? 0 ആവൂലേ? യെസ്, 0 വരും. ഓക്കെ, 0. എല്ലാവരും 0 ടൈപ്പ് ചെയ്യേണ്ടത്, 0 വരും. ഓക്കെ, അങ്ങനെ 0 വന്നു കഴിഞ്ഞാല് ഗോസസ് ലോ പ്രകാരം ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? Q/ε0 ആണ്. നെറ്റ് ചാർജ് എന്തായി? ഇപ്പൊ 0 എന്ന് കിട്ടി. അപ്പൊ ഫ്ലക്സ് എന്തായി? 0 ആയി. ഫ്ലക്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ദിസ് ക്യൂബ് ആണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ക്യൂബിന്റെ ഔട്ടിലേക്ക് വരുന്നത് 0 ആയിരിക്കും. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ്? നെറ്റ് ചാർജ് 0 ആയതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും. കാരണം ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നല്ലപോലെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എനർജറ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയി വരികയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത 8 ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ അത് നമ്മള് പൊട്ടൻഷ്യല് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് വരണം. അപ്പൊ നിങ്ങൾ 8 ചെയ്യണ്ട. 8 നമ്മൾ എടുത്തിട്ടില്ല. നമ്മള് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാം. ഇനി ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ ചെയ്യാട്ടോ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അതൊന്നും വേണ്ട. അപ്പൊ അതിലൊന്നും എടുത്തില്ല. കപ്പാസിറ്റേഴ്സ് നമ്മൾ എടുത്തിട്ടില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 വരും. ക്വസ്റ്റ്യൻ നമ്പർ 18 ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. അത് നമുക്ക് എടുത്താണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18 ഒന്ന് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 18 ഒന്ന് വരിക. എല്ലാവരും ഒന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 18 വരൂ. ഓക്കെ, ഇവിടെ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് മാസ് m ആൻഡ് ചാർജ് q ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് in an electric field of constant magnitude E. The kinetic energy of the particle after time t is. Okay, ഇവിടെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു ചാർജ് റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ അവിടെ നമ്മൾ ഡിസ്റ്റൻസുമായി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഡിസ്റ്റൻസ് എന്തായിരുന്നു എന്നാണ്. ഡിസ്റ്റൻസും വെലോസിറ്റിയും, ഡിസ്റ്റൻസ് തന്നിരുന്നു, എന്നിട്ട് നമ്മളോട് വെലോസിറ്റി കാണാനായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്, നമ്മളോട് ടൈം ടിയും തന്നിട്ടുണ്ട്. ആഫ്റ്റർ ടൈം ടി വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ ടിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിയോ. നിങ്ങളൊന്ന് ആൻസർ ടിക്ക് ചെയ്യൂ. ടിക്ക് ചെയ്തിട്ടുണ്ട്. ടിക്ക് ചെയ്യൂ. ഇ സ്ക്വയർ ചിലവരൊക്കെ ആൻസർ ടിക്ക് ചെയ്തിട്ടുണ്ട്. ചിലവരൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ് ടിക്ക് ചെയ്യുന്നത്. എന്റെ ടിക്കിംഗ് നശിപ്പിച്ച ജീവിതം എന്നുള്ള നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നോ. യെസ്, ഫ്രം അഡ്മിൻ ടു ഓൾ ഡി. ഓക്കെ, യെസ്. അപ്പൊ ഇനി ആരും ടിക്ക് ചെയ്യണ്ട. അപ്പൊ നിങ്ങളുടെ ആൻസറുകൾ കണ്ടു. കുറെ ടിക്ക് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാർ ബി ടിക്ക് ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർ ഡി ടിക്ക് ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർ എ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. ഇനി ആരും ടിക്ക് ചെയ്യല്ലേ. ഓക്കെ, യെസ്. ഇനി നമുക്ക് അതിലേക്ക് വരാം. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് മാസ് m ആൻഡ് ചാർജ് q റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങോട്ട് നോക്കുക. നിങ്ങൾക്ക് v തന്നിട്ടുണ്ട്, വെലോസിറ്റി q റിലീസ്ഡ്. നമുക്ക് കൈനറ്റിക് എനർജി ആണ് കാണേണ്ടത്. കൈനറ്റിക് എനർജി കാണണമെങ്കിൽ നമുക്ക് ½ mv² ആണ് ബേസിക് റിലേഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. നമ്മളോട് കൈനറ്റിക് എനർജി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ½ mv² ആണെന്ന്
ഇനി നമുക്ക് വി കാണുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ, വേറെ ഒന്നും ചിന്തിക്കണ്ട. കാര്യം മാസ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് എം തന്നെയാണ്. ക്വസ്റ്റ്യനിൽ തരാത്തൊരു സംഗതി വെലോസിറ്റി ഉള്ളൂ. അപ്പൊ ആ വെലോസിറ്റി കണ്ടുപിടിക്കണം. ആ വെലോസിറ്റി കണ്ടുപിടിക്കാന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു വി സിക്കൽ ടു നമ്മുടെ അടുത്തുള്ളത് ടൈം. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ടൈമാണ് തന്നിട്ടുള്ളത്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ആയിരുന്നു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ വി സിക്കൽ ടു യു പ്ലസ് 80 ആണ് അല്ലെ. കാര്യം ഇവിടെ റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യു പിന്നെ ടൈം തന്നിട്ടുണ്ട്, ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. വി സിക്കൽ ടു യു പ്ലസ് 80 ആണ് വേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ആ ഡിസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ വേറെ ഫോർമുല, ഡിസ്റ്റൻസ് ഉള്ള ഫോർമുല ആണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമുക്ക് യുന് 0 എന്ന് കൊടുക്കാം. ഓക്കെ, യു റെസ്റ്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിന് 0 എന്ന് കൊടുക്കാം. അപ്പൊ വി സിക്കൽ ടു എന്താ വരിക? 80. വി സിക്കൽ ടു 80. എ എന്ന് എന്തായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു വസ്തുവിന് ഉണ്ടാവുന്ന ആക്സിലറേഷൻ എം എ സിക്കൽ ടു ക്യു ഇ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് എം എ സിക്കൽ ടു ക്യു ഇ എന്ന് എഴുതിയിട്ട് നമ്മൾ എ സിക്കൽ ടു ക്യു ഇ ബൈ എം എന്ന് എഴുതിയില്ലേ. അപ്പൊ ക്യു ഇ ബൈ എം ഇൻറ്റു ടി. അത് കഴിഞ്ഞ അതേ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതാണ്. നമ്മള് ഇലക്ട്രിക് ഫോഴ്സ് സിക്കൽ ടു ക്യു ഇ ആണ്. അതിൽ എഫിന് നമ്മൾ എം എന്ന് കൊടുത്തു, എം എക്ക് നമ്മൾ എന്ത് കൊടുത്തു? ക്യു ഇ എന്ന് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ആക്സിലറേഷൻ കണ്ടെത്തി. ഓക്കെ, അപ്പൊ നമുക്ക് വെലോസിറ്റി ക്യു ഇ ബൈ എം ഇൻറ്റു ടി ആണ്. വെലോസിറ്റി സിക്കൽ ടു ക്യു ഇ ബൈ എം ഇൻറ്റു ടി ആണ്. അപ്പൊ അങ്ങനെ വെലോസിറ്റി ക്യു ഇ ബൈ എം ഇൻറ്റു ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൈനറ്റിക് എനർജി കാണാം. കൈനറ്റിക് എനർജിക്ക് ഹാഫ് എം വി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി സിക്കൽ ടു ഹാഫ് എം വി സ്ക്വയർ. That is half into m into p equation ഇട്ട് കൊടുക്കുക. QE by m into QE by m t whole square. അപ്പൊ എന്താ വരിക? Q square E square T square by 2m. Q square E square T square by 2m. അപ്പൊ ആൻസർ എ ആണ് കുട്ടികളെ വരിക. ഓക്കെ, അത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ആൻസർ ഏതാ വരിക? എ ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ വേണം ചെയ്യാനാ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങള് ശരിക്കും നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എ വരുന്നുണ്ട്. ഓപ്ഷൻ എ എല്ലാവരും ടിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എ ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഹാഫ് എം വി. അപ്പൊ നമ്മൾ ഏത് പ്രോബ്ലം കിട്ടിയാലും നമുക്ക് എന്താ കാണേണ്ടത്? കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതിയേക്കുക. എന്നിട്ട് അതിൽ ഏതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് പിന്നെ അത് കണ്ടിട്ട് അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതി. ഓക്കെ, അങ്ങനെ വേണം ഫിസിക്സ് പഠിക്കാൻ. അല്ലെങ്കിൽ ഫിസിക്സ് എന്ത് ചെയ്യും? നമ്മൾ മൊത്തത്തിലാണ് ചിന്തിക്കുക. ക്വസ്റ്റ്യനെ മൊത്തത്തിലല്ല ചിന്തിക്കേണ്ടത്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ചിന്തിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് തന്നിരിക്കുന്നത് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടുക. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മൊത്തത്തിൽ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ബ്ലാങ്ക് ആയി പോകും. ഓക്കെ, അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ മാർക്ക് വാട്ട് വി ഹാവ് ടു ഫൈൻഡ്. ഇവിടെ കൈനറ്റിക് എനർജി ആണ്. അപ്പൊ കൈനറ്റിക് എനർജിനെ കുറിച്ച് ആദ്യം ചിന്തിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരിക. അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 19ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ. അതില് ഒരു ഇലക്ട്രോൺ ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് യു 0 എന്ന് എടുക്കാം. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾ സന്തോഷവാന്മാരാണ്. ഡിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ എസ് നേരത്തെ പറഞ്ഞു. എസ് 1.5 ആണ്. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക? ടൈം ടേക്കൺ ബൈ ദ ഇലക്ട്രോൺ ടു ഫോൾ ദിസ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫോൾ ദിസ് ഡിസ്റ്റൻസ് ആണ് അല്ലെ. നമ്മൾ ഒരു വസ്തു മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടാനെടുക്കുന്ന സമയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും അത്? അപ്പൊ ഇവിടെ സമയവും ഡിസ്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന വല്ല ഫോർമുല ഉണ്ടോ എന്ന് നോക്കേണ്ടത്. സമയവും ഡിസ്റ്റൻസും കണക്ട് ചെയ്യുന്ന ഫോർമുല ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി തരുമോ? ആരെങ്കിലും ഒരാൾ സ്ക്രീനിൽ എഴുതുമോ? എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ. വെരി ഗുഡ്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് അതാണ് വേണ്ടത്. ഇവിടെ സമയവും ഡിസ്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ
അതിലേക്ക് വരാം. നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പോ ഇവിടെ എസ് ഇസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് നമ്മുടെ ഫോർമുല. എസ് ഇസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് ഈ സാധനം 0 ആണ്. ഈ സാധനം എന്താണ്? 0 ആണ്. യു 0 ആണ്. അപ്പൊ എസ് ഇസിക്കൽ ടു എന്താ വരിക? ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, നമുക്ക് ടൈമാണ് കാണേണ്ടത്. ഓക്കെ, നമുക്ക് ടൈമാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ടി സിക്കൽ ടു ഇതിന് എന്ത് എഴുതാം? ടി നമുക്ക് ഇതിന്ന് ടി സിക്കൽ ടു റൂട്ട് 2s/a എന്ന് എഴുതാം. ഇനി ഇതിലെല്ലാം തന്നിട്ടുണ്ട്. ഇതിലിപ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കിട്ടി. അപ്പൊ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റേസ് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് എ എന്ന് പറയുന്നത് ഞാൻ പിന്നെയും പറയുന്നു, ഇലക്ട്രിക് ഫീൽഡിൽ ഒരു വസ്തുവിന് ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് QE/m ആണ്. QE/m, ദാറ്റ് ഈസ് MA സിക്കൽ ടു ഇലക്ട്രിക് ഫോഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് A സിക്കൽ ടു QE/m. ഇതില് നമുക്ക് Q തന്നിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ആക്സിലറേഷൻ കാണാം. എസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ അല്ലേ? 1.5 സെന്റിമീറ്റർ ആണ് എസ് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ കാണാനായി പിന്നെ ആക്സിലറേഷൻ മാത്രമേ അറിയാത്തുള്ളൂ. ആക്സിലറേഷൻ ചാർജ് തന്നിട്ടുണ്ടോ? ആൻ ഇലക്ട്രോൺ. യെസ്, ആൻ ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ചാർജ്, ഇലക്ട്രോണിന്റെ ചാർജ് എടുക്കണം. 1.6 × 10⁻⁹. ഇലക്ട്രിക് ഫീൽഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര? 2 × 10⁴ ന്യൂട്ടൺ പെർ കൂളം. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 × 10⁻². അപ്പൊ ഈ ചാർജ് അറിയാം, ഈ ഇ അറിയാം. ഇലക്ട്രോണിന്റെ മാസ് എല്ലാവർക്കും അറിയില്ലേ? 9.1 × 10⁻31 ആണ് ഇലക്ട്രോണിന്റെ മാസ്. അപ്പൊ ആക്സിലറേഷൻ കിട്ടി. അപ്പൊ നമുക്ക് ടി സിക്കൽ ടു ഈ 2ഉം എസും എയും കിട്ടി. എ കണ്ടുപിടിക്കാനുള്ള എല്ലാ പാരാമീറ്ററും തന്നിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഏതാന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2.9 × 10⁻⁹ ആണ് കിട്ടുന്നത്. 2.9 × 10. ഓപ്ഷൻ ഡി ആണ്. ഈ റൗണ്ട് ചെയ്ത ഡി, ഓപ്ഷൻ ഡി ആണ് കിട്ടേണ്ടി വരിക. അപ്പൊ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടോ. ഇതില് ടി സിക്കൽ ടു റൂട്ട് 2s/a എന്ന് ഇട്ടിട്ട് എസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. A QE/m, അതിൽ ഇലക്ട്രോണിന്റെ ചാർജും മാസും ഒക്കെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ഒന്ന് റീഡ് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് വരൂ. An electric dipole is placed in a uniform electric field with the dipole axis making an angle theta with the direction of electric field. The orientation of the dipole for the equilibrium is. Okay. ഇത് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോള് വെച്ച് കഴിഞ്ഞാല് എപ്പോഴാണ് അത് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ പറയാ? ഇപ്പൊ നിങ്ങൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് എപ്പോഴാ പറയാ? നിങ്ങൾ ഒരാളെ ഇങ്ങനെ ഫോഴ്സ്, നിങ്ങളുടെ മുകളിൽ ഒരാൾ ഫോഴ്സ് ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇക്വിലിബ്രിയത്തിലല്ല. നിങ്ങളപ്പോ എന്തെയല്ല? ഇക്വിലിബ്രിയത്തിലല്ല. നിങ്ങളുടെ മുകളിൽ ആരെങ്കിലും ഫോഴ്സ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആകുമ്പോഴാണ് നിങ്ങൾ ഇക്വിലിബ്രിയത്തിലാവുക. അപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആവുക, അല്ലെ? അപ്പൊ നിങ്ങളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പിന്നെ എപ്പോഴാണ് 0 ആകുന്നത്? അപ്പൊ ഒരു ഇലക്ട്രിക് ഡൈപോള് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് ഫോഴ്സാ ഉണ്ടാവുക? അതിൽ ടോർക്കല്ലേ ഉണ്ടാവുക. ടോർക്ക് സിക്കൽ ടു PE sin θ. ഇത് 0 ആയി കഴിഞ്ഞാലാണ് ഇത് ഇക്വിലിബ്രിയത്തിലാവുക. ടോർക്ക് സിക്കൽ ടു PE sin θ. ഇത് 0 ആവണമെങ്കിൽ θ എന്താവണം? θ 0 ആവണം, അല്ലെ? sin 0 അല്ലേ 0 ആവുള്ളൂ, അല്ലെ? അപ്പോൾ ഫോഴ്സ് 0 ആവുമ്പോൾ ഇക്വിലിബ്രിയത്തിലാവുന്നു. ദാറ്റ് മീൻസ് θ 0 ആവണം. അപ്പൊ ആൻസർ ഏതാ വരിക? സി. ആൻസർ ഏതാ വരിക? സി. അപ്പൊ ഫോഴ്സ് 0 ആവുമ്പോഴാണ് ഒരാൾ ഇക്വിലിബ്രിയത്തിലാവുക. അപ്പൊ ഫോഴ്സ് ഇലക്ട്രിക്, അപ്പൊ നമ്മൾ സിറ്റുവേഷൻ ആണ് നോക്കേണ്ടത്. നമ്മളിപ്പോ ഈ സംഗതിയിൽ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാന്ന് നമ്മള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21 ഒന്ന് നോക്കുക. എ ചാർജ് Q microcoulomb is placed at the center of the cube. The flux coming out of any phase will be. Flux coming out of any phase will be. ഏതായിരിക്കും? ഓക്കെ, അതുപോലെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സി നമുക്കത് നിങ്ങൾക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എല്ലാവരും ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തേ. എല്ലാവരും ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേ. Q/6ε0, Q/24 എപ്സിലോൺ. എയില് 3-4 ക്ലിക്ക് വരുന്നു, എയില് 5 ക്ലിക്ക് വരുന്നു, ബിയില് കൂടുതൽ ക്ലിക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് എ ആണ്. ഓക്കെ, എയില് ക്ലിക്കുകൾ കൂടിക്കൊണ്ട് വരികയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ടിക്കിനുള്ള അവസരം ഇത് നിർത്തുക. ഇനി ആരും ടിക്ക് ചെയ്യണ്ട, ഇനി അവിടെ വെക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നമ്മൾ ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാല് ഓക്കെ, ഇതാണ് നമ്മുടെ ക്യൂബ്. ഓക്കെ, ഇതിൽ ഒരു ചാർജ് ഇതിൽ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പുറത്തേക്ക് ഇലക്ട്രിക് ഫ്ലക്സ് പോകും. അപ്പൊ ഈ 6 ഫേസിലൂടെയും ഉള്ള ഫ്ലക്സ് ആണ് എന്ത്? 6 ഫേസ് ഫ്ലക്സ് ത്രൂ 6 ഫേസ് ഈക്വൽ ടു, അതാണ് ഗോസസ് ലോ പ്രകാരം Q/ε0 അല്ലെ? ഗോസസ് ലോ പ്രകാരം ആ കംപ്ലീറ്റ് ക്യൂബിലൂടെയും പോകുന്ന ഫ്ലക്സ് ആണ് എന്ത്? ഫ്ലക്സ് ആണ് Q/ε0. ആ കംപ്ലീറ്റ് ക്യൂബിലൂടെയും പോകുന്നതാണ്. അപ്പൊ 1 ഫേസിലൂടെ പോണ കാണണമെങ്കിൽ 6 ഫേസിലൂടെയാണ് Q/ε0. അപ്പൊ 1 ഫേസിലൂടെ എത്രയായിരിക്കും? ഈ 6 താഴെ കൊണ്ടുവരണ്ടേ? അപ്പൊ Q/6ε0. അപ്പൊ ഒരു ഫേസിലൂടെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6 ഫേസിലൂടെ Q/ε0 ഉണ്ടെങ്കിൽ ഒരു ഫേസിലൂടെ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പൊ 1 ഫേസിലൂടെ Q/6ε0 എന്ന് വരും. ഇനി പക്ഷെ ക്വസ്റ്റ്യനില് ഇത് Q മൈക്രോകൂളം തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്യൂവിനെ നമുക്ക് Q × 10⁻⁻6 എന്ന് എഴുതാം. ഓക്കെ, മൈക്രോകൂളമ്പിനെ നമ്മൾ ക്യൂലേക്ക് മാറ്റണ്ടേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ചാർജ്, ഈ Q എന്ന് പറയുന്നത് ക്യാപിറ്റൽ Q ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും മൈക്രോകൂളമ്പാണ്. അപ്പൊ അതിനെ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ സ്മോൾ ക്യൂവിന് പകരം അപ്പൊ ക്യാപിറ്റൽ Q × 10⁻⁶/6ε0. അപ്പൊ ഏതാ വരിക? ഓപ്ഷൻ ഏതാ വരിക? എ. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 ഒന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 22 ഒന്ന് നോക്കിയേ. An electric charge 8.85 × 10⁻⁻13 coulomb placed at the center of the sphere of radius 1 meter. The electric flux through the sphere is. Very simple. അല്ലേ? ഏതായിരിക്കും ആൻസർ വരിക? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാ ആൻസർ വരിക? അതായത് പിന്നെ നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുന്നത് Q/ε0 അല്ലേ? യെസ്. ഒരാള് ബി ടിക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. Q/ε0. വീണ്ടും ഒരാൾ Q ടിക്ക് ചെയ്തിട്ടുണ്ട്, ബി ടിക്ക് ചെയ്തിട്ടുണ്ട്, എ ടിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ Q/ε0 നമുക്ക് ചെയ്ത് നോക്കാം. Q ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 8.85 × 10⁻⁻13 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ? 10⁻⁻13 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ ε0ന്റെ വാല്യൂ എല്ലാവർക്കും അറിയാം. എന്താണ്? 8.85 × 10⁻⁻12. അപ്പൊ നമ്മള് കണ്ടോ, 8.85ഉം 8.85ഉം വെട്ടിപ്പോവും. 10⁻⁻13 / 10⁻⁻12 എത്ര വരിക?
10⁻⁻1 എന്ന് വരും. ദാറ്റ് ഈസ് 0.1. ദാറ്റ് ഈസ് 0.1 എന്നാ വരിക. അപ്പൊ ആൻസർ ഏതാ വരിക? ബി ആണ് വരിക. ആൻസർ ബി ആണ് കേട്ടോ വരിക. അപ്പൊ Q/ε0 ഡയറക്റ്റ് വാല്യൂ ഇട്ട് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, Q/ε0 ഡയറക്റ്റ് വാല്യൂ ഇട്ടാൽ മതി. ആൻസർ ഈസ് ബി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റും. ഒന്ന് നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 23. ഏതാ ആൻസർ വരിക? നമ്മൾ തിയറി പറഞ്ഞപ്പോ ആക്ഷൻ ലൈനിൽ എന്താ, ഇക്വറ്റോറിയൽ ലൈനിൽ എന്താന്ന് പഠിച്ചു. യെസ് എല്ലാവരും ബി ടിക്ക് ചെയ്യുന്നു. കറക്റ്റ് ആൻസർ ബി ആണ് ആൻസർ. കാര്യം എന്താണ്? 1/4 ആക്ഷൻ ലൈനില് ബി ആണ് കറക്റ്റ് ആൻസർ. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആക്ഷൻ ലൈനിൽ 1/4πε0 P/r³ ആണ്. ഇക്വറ്റോറിയലിൽ 1/4πε0 2P/r³ ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇത് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കുക. 24 നോക്കുക. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 24? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രിക് 24 എടുത്തിട്ടില്ലല്ലേ? 23 എടുത്തിട്ടില്ല കേട്ടോ. 23 ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 23, 24, 25 എടുത്തിട്ടില്ല. നമ്മളിപ്പോ ബി അല്ല ആൻസർ വരിക. ബി ആണ് വരിക. കാര്യം P/r². P/r² ആണ് നിങ്ങൾ ടിക്ക് ചെയ്തുകൊണ്ട് ആൻസർ ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കമ്മിങ് ബാക്ക് ടു നമ്മുടെ ആ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താന്നുള്ളതാണ്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതാണ് നമുക്ക് പറയാൻ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, എല്ലാവരും ഇനി പേന ഉപയോഗിച്ച് ഇതിൽ എഴുതാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പർട്ടിക്കുലർ പോയിന്റ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഒരു പോയിന്റ് ചാർജ് Q നമ്മൾ വെച്ച് കഴിഞ്ഞാൽ r ഡിസ്റ്റൻസ് അകലെ അതിന് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q/r ആണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ 1/4πε0 Q/r² എന്നാ പഠിച്ചത്. മാറിപ്പോരുത്. ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q/r. ഇത് വർക്ക് ഡൺ ആണ്. ഇപ്പം വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ആണ്. അപ്പൊ W/Q ആണ് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡും ഈ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷന് വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷന്? ഈസ് ഈക്വൽ ടു -dV/dr. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി രണ്ട് ചാർജുകൾ വെച്ച് കഴിഞ്ഞാൽ അവക്കിടയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ദാറ്റ് ഈസ് Q1, Q2 r ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4πε0 Q1 Q2/r² ആണ്. r ആണ്, r² അല്ല. 1/4πε0 Q1 Q2/r. അപ്പൊ രണ്ട് 1/4πε0 Q1 Q2/r² എന്ന് പറഞ്ഞാൽ അവക്കിടയിലുള്ള ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് കൂളംസ് ലോ. ഫോഴ്സിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വർക്ക് അഥവാ എനർജി കിട്ടുക. എല്ലാം സെയിം ആയിട്ട് വരികയാണ്. അപ്പൊ r² r വെട്ടിപ്പോയിട്ട് 1/4πε0 Q1 Q2/r എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 1/4πε0 Q1 Q2/r. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇപ്പൊ നമ്മളൊരു -Q ഒരു +Q ഇവിടെ, ഇത് മൂലം r ഡിസ്റ്റൻസ് അകലെ നമ്മൾ ഒരു പോയിന്റ് P കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 P cos θ/r² ആണ്. P cos θ/r² ആണ്. 1/4πε0 P cos θ/r² ആണ്
ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. നമ്മൾ ആക്ച്വൽ ഇക്വിറ്റോറിയലിലൊക്കെ P/R³ 2P/R³ ഒക്കെ പഠിച്ചു. ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ, ദാറ്റ് ഈസ് ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചിട്ട് r ഡിസ്റ്റൻസ് അകലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫോർമുലയാണ് E/r². ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് വേണ്ടത് കപ്പാസിറ്റൻസ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് വാട്ട് ഈസ് കപ്പാസിറ്റർ, വാട്ട് ഈസ് കപ്പാസിറ്റൻസ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ കുറച്ച് ഫോർമുലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. Q=CB ആണെന്ന് ഓർത്തിരിക്കുക. Q= നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് Q=CB. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് സിയും അതിലേക്ക് കൊടുത്തിരിക്കുന്ന ബാറ്ററി വോൾട്ടേജ് വിയും ആണെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് Q എന്ന് പറയുന്നത് എന്തായിരിക്കും? CB ആയിരിക്കും. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ, ഒരു സ്ഫെറിക്കൽ കപ്പാസിറ്റർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഫിയറിന്റെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 4πε0r ആയിരിക്കും. 4πε0r ആയിരിക്കും. അപ്പൊ ഈ ഫോർമുലാസ് ഒക്കെ ഓർത്തിരിക്കുക. ഒരു സ്ഫിയറിന്റെ കപ്പാസിറ്റൻസ് എന്ത്? 4πε0r. ഇനി ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എന്താണ്? ε0a/d എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്താണ്? ε0a/d. അത് ഒരു മീഡിയം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ ഫ്രീ സ്പേസ് ആണ് മീഡിയം എന്നുണ്ടെങ്കിൽ ε0a/d. അതിനകത്തൊരു മീഡിയം k ഉണ്ടെങ്കിൽ k=ε0a/d. ഇനി നമ്മൾ കപ്പാസിറ്റി ഓഫ് എ പാരലൽ. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് എടുക്കുക. ഓക്കെ, ഇതിനകത്തേക്ക് T തിക്നെസ് ഉള്ള ഒരു സ്ലാബ് ഇറക്കി വെക്കുക. T തിക്നെസ് ഉള്ള ഒരു സ്ലാബ് ഇറക്കി വെച്ച് കഴിഞ്ഞാല് അതുമൂലം അതിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്, ഇതിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെന്ന് വിചാരിക്കുക. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനുണ്ടാകുന്ന അതിന്റെ പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും ε0a/d - T × 1 - 1/k. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് ഒരു കപ്പാസിറ്റർ പ്ലേറ്റിനകത്തേക്ക് നിങ്ങൾ T തിക്നെസ് ഉള്ള ഒരു സ്ലാബ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഇറക്കി വെക്കുന്ന സ്ലാബിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെങ്കിൽ അതിന്റെ പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ε0a/d - T × 1 - 1/k. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ആ ഇക്വേഷൻ ഓർക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കോമൺ ഫോർമുല, ഇതാണ് നിങ്ങൾ സിലബസിൽ ഇല്ലാതെ പഠിക്കുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, ഇത് ശരിക്കും നിങ്ങളുടെ NCERT സിലബസിലും ഇല്ല. ഓക്കെ, ബട്ട് എന്നെങ്കിൽ പോലും ചില പ്രോബ്ലംസ്, എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് ചില പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ ഈ ഫോർമുല നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കും. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. യെസ്, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കപ്പാസിറ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് എന്താണ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്താണ്? അപ്പൊ സീരീസിൽ 1/c = 1/c1 + 1/2 + 1/c3 ആയിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇത് നിങ്ങൾക്കൊക്കെ മോസ്റ്റ് കോമൺലി അറിയുന്ന റിലേഷൻ ആണ്. ഇനി അതല്ല, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, നേരെ തിരിച്ചാണ്. റെസിസ്റ്ററിൽ നേരെ തിരിച്ചാണെന്നുള്ളത് ഓർക്കുക. സീരീസ് ആയിട്ടാണ്, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം? C = C1 + C2 + C3 എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് സെഷൻ, ഇതിന്റെ അവസാനത്തെ ഭാഗം വരുന്ന ആണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അതോടുകൂടി ചാപ്റ്റർ തീരുകയാണ്. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 3 റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ 3 റിലേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ½ ഒന്ന് ½ ഉപയോഗിക്കാം, അല്ലെങ്കിൽ Q²/2c. ചിലപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ചാർജും കപ്പാസിറ്റൻസും ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ Q²/2c ഉപയോഗിക്കും. ചിലപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസും വോൾട്ടേജും ആയിരിക്കും തന്നിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ½ ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ സിറ്റുവേഷനിൽ നമുക്ക് ഈ 3 ഇക്വേഷനും ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. ഈ 3 റിലേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ അവസാനത്തെ 2 ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റേത് റയർലി നമുക്ക് Qയും Vയും വരുന്നത് റയർലി നമുക്ക് ഉപയോഗിക്കാം. ½ CV² Q²/2c നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ വരാറുണ്ട് കേട്ടോ.
ഇനി എനർജി ഡെൻസിറ്റി. എന്താ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് എനർജി പെർ വോളിയം. ഒരു കപ്പാസിറ്ററിന് ഒരു വോളിയം ഉണ്ടല്ലോ. ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റുകൾ വെച്ചിട്ട് d ഡിസ്റ്റൻസിൽ വെക്കാം. അപ്പൊ അതിനൊരു വോളിയം ഉണ്ട്. അപ്പൊ ആ എനർജി പെർ വോളിയം എത്രയാണെന്നുള്ളതാണ് ½ ε0 E². അപ്പൊ എനർജി ഡെൻസിറ്റി എന്താണ് ഒരു കപ്പാസിറ്ററിൻ്റെത് എന്നറിഞ്ഞിരിക്കണം. എനർജി എന്താന്ന് പറഞ്ഞിരിക്കണം. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ വോളിയം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ½ ε0 E². ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഭാഗത്തിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് നമ്മൾ എത്ര പ്രോബ്ലം ചെയ്തു എന്നുള്ളതൊന്ന് പറയാമോ? ഫസ്റ്റ് സെഷനിൽ നമ്മൾ എവിടുന്ന ഇനി ചെയ്യാനുള്ളതെന്ന് പറയാമോ? ഓക്കെ, ഇവിടുന്നാണോ ചെയ്യാനുള്ളത്? യെസ്, ഇതല്ലേ ചെയ്യാനുള്ളത്? 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ചെയ്യാനുള്ളത്? ഈ ക്വസ്റ്റ്യൻ അല്ലേ ചെയ്യാനുള്ളത് അല്ലേ? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് വരാം. ഓക്കെ, നമുക്ക് an electric charge 10⁻³ microcoulomb is placed at the origin 0, 0 in the xy coordinate system. XY coordinate system. 2 points A and B are situated at √2, √2 and 2, 0 respectively. Potential difference between the points A and B will be. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രോബ്ലം ആണെന്നൊക്കെ തോന്നും. ബട്ട് വെരി സിമ്പിൾ അല്ലേ? ഞാനൊന്ന് നമ്മളെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഇത്രയും കോർഡിനേറ്റ് ഒക്കെ തരുമ്പോണ്ടല്ലോ, അതായത് 2, 0 √2, √2 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പിന്നെ ഒന്നും നോക്കാൻ നിൽക്കണ്ട. വേഗം പോയിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുക. അല്ലെങ്കിൽ സെഡ് ആക്സിസ് 3 കോർഡിനേറ്റ് ഉണ്ട്, ഇവിടെ 2 കോർഡിനേറ്റ് ഉള്ളൂ. അപ്പൊ 2 എക്സും വൈയും വരച്ചാൽ മതി. കാര്യം ചിലപ്പോ 2, 0, 0 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ കോർഡിനേറ്റ് സെഡും കൂടിയും വരക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് 2 കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കത് നോക്കാം. ഇപ്പൊ √2, √2. ഓക്കെ, √2, √2. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ √2, √2 എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും ഒരേ ഡിസ്റ്റൻസ് വരുന്നൊരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, √2, √2. അപ്പൊ √2, √2 എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2, 0 എന്ന് പറഞ്ഞൊരു പോയിന്റ്, അത് ഏകദേശം ഇവിടെ ഉണ്ട്. എക്സ് ആക്സിസിലാണ് വരിക, കാര്യം എക്സ് ആക്സിസിൽ 2ഉം വൈ ആക്സിസിൽ 0 ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു 10⁻³ മൈക്രോകൂളം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒറിജിനിൽ ഒരു 10⁻³ മൈക്രോകൂളം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒറിജിനിൽ ഒരു 10⁻³ മൈക്രോകൂളം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദ്യം അതാണ്. അങ്ങനെയാണെങ്കിൽ 10⁻³ മൈക്രോകൂളം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ഈ 2 പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ, ഇത് എ ആണെന്ന് വിചാരിക്കുക, ഇത് ബി ആണെന്ന് വിചാരിക്കുക, ഈ 2 പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഈ ഡിസ്റ്റൻസ്, ഈ 0, 0 എയിലേക്കുള്ള ഡിസ്റ്റൻസ് 2. ഓക്കെ, 2. ഈ ഇവിടുന്ന് ഇവിടേക്ക് ഈ പോയിന്റ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് പറയാമോ? യെസ്, അതും 2. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പോൾ നമ്മുടെ ഒറിജിനിൽ വെച്ചിട്ടുള്ള ചാർജിന്ന് ഈ 2 പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ ആ 2 പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ആ 2 പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? 1/4πε0 Q/R അല്ലെ? പൊട്ടൻഷ്യൽ അതല്ലേ? പക്ഷെ നമ്മുടെ ഈ ചാർജിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈ ചാർജിന്ന്, ഇനി ആരും എഴുതാതിരിക്കുക, ഈ ചാർജിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2 ആണ്. ഈ ചാർജിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും 2 ആണ്, ബിയിലേക്കുള്ള ഡിസ്റ്റൻസും 2 ആണ്. അപ്പൊ ഈ ചാർജ് Q ആണെങ്കിൽ ഈ Q മൂലം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും, ഇവിടുന്ന് ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. കാര്യം ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട്. √2, √2 എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. കാര്യം ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. x2 - x1 2 y2 - y1 2 അത് ചെയ്യുമ്പോൾ നമുക്ക് √2 - 1 2 വരും. പിന്നെ മറ്റേത് √2 - 1 2 വരും. അപ്പൊ 2 + 2 4 റൂട്ട് എടുക്കുമ്പോൾ 2 വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലും ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലും സെയിം ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും?
സീറോ ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ആയിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ഈ ചാർജ് മൂലം എയിലുണ്ടാവുന്ന പൊട്ടൻഷ്യലും ബിയിലുണ്ടാവുന്ന പൊട്ടൻഷ്യലും സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആയിരിക്കും. കാര്യം ഒറിജിനിൽ നിന്ന് 2 പോയിന്റിലേക്ക് ഒരേ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് point charges equal magnitude are kept 0, 0, a by 2, 0, 0, minus a by 2. The work done in electric field when another positive point charge moved from minus a 0, 0 to 0, a 0. Okay. അപ്പോൾ ഇതിൽ 3 കോർഡിനേറ്റ് എന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ആക്സിസ് വരക്കാൻ പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ XYZ ആക്സിസ് എന്ന് വരിക. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 0, 0, a by 2. ഇതാണ് 0, 0. Z ആക്സിസ് ഇതാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് Z, ഇതാണ് നമ്മുടെ X, ഇതാണ് Y എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ നെഗറ്റീവ് Z ആക്സിസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ അകത്തോട്ടായിരിക്കും നെഗറ്റീവ് ആക്സിസ്. അപ്പൊ ഇവിടെ ആയിരിക്കും 0, 0, minus a by 2 എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, മൈനസ് a by 2 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ മൈനസ് a by 2 ആണ്. ഓക്കെ, മൈനസ് a by 2. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, 0, 0, a by 2 0, 0, a by 2 0, 0, മൈനസ് a by 2 എന്ത് പറഞ്ഞിട്ടുണ്ട്? രണ്ടിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇവിടെ ഇവിടെ Q ആണെങ്കിൽ ഇവിടെ എന്താണ്? മൈനസ് Q ആണ്. പോസിറ്റീവും അതിന്റെ ഓപ്പോസിറ്റ് മൈനസ് Q ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ 0, 0, a by 2 എന്ന് പറയുന്നത് Z ആക്സിസ് ആണ്. അവിടെ ഒരു പ്ലസ് Q വെച്ചിട്ടുണ്ട്. 0, 0, മൈനസ് a by 2 എന്ന് പറയുന്നത് മൈനസ് Q ചാർജ് വെച്ചിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? മൈനസ് a 0, 0 എന്ന് 0, a 0. ഈ മൈനസ് a 0, 0 എന്ന് പറയുന്നത് ഇവിടെ വരും. അത് മൈനസ് X ആക്സിസ് അല്ലേ? മൈനസ് a 0, 0 എന്ന് ഒരു ചാർജ് എങ്ങോട്ട് വരണം? ഇതാ ഇവിടെ ഒരു പോയിന്റിലേക്ക് 0, a 0 Y ആക്സിസിലേക്ക്. 0, a 0 എന്ന് പറഞ്ഞാൽ Y ആക്സിസാ, Y കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ വരണമെങ്കിൽ വർക്ക് എത്ര ചെയ്യണം എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആർക്കെങ്കിലും നോക്കിയിട്ട് പറയാമോ പെട്ടെന്ന് ഇത് എത്ര ആയിരിക്കും? ബി. ബി ഓപ്ഷൻ കറക്റ്റ് ആണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? ബി ആണ് ശരി, ബി ശരിയാണ്. കാരണം 0 ആണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ പ്ലസ് Q ചാർജ് ആണ്. അപ്പൊ ഇത് മൂലം ഉണ്ടാവുന്ന പൊട്ടൻഷ്യല് പ്ലസ് ഇത് മൂലം ഉണ്ടാവുന്ന പൊട്ടൻഷ്യല്, ഈ രണ്ട് ഡിസ്റ്റൻസ് സെയിം അല്ലേ? ഈ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ആണ്. കാര്യം ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും 0, 0, മൈനസ് a by 2 ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ അത് രണ്ടും കൂടി അവിടെ 0 ആവും. അതുപോലെ തന്നെ എന്താണ് ഇനി എല്ലാവരും ഇതിൽ നിർത്തുക. ഓക്കെ, അപ്പോൾ ആ 2 പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 2 പോയിന്റ്, അതായത് ഇവിടെയുള്ള പൊട്ടൻഷ്യലും ഇവിടെയുള്ള പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും ഈ ഡൈപോൾ മൂലം. കാര്യം എന്താണ്? ഇവിടെയാണ് നമ്മൾ മൈനസ് Q വെച്ചത്, ഇവിടെയാണ് നമ്മൾ പ്ലസ് Q വെച്ചത്. ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. അതിന്റെ നേരെ മുകളിൽ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തത് ഇക്വിറ്റോറിയൽ പോയിന്റ് ആണ് അതിന്റെ, അല്ലെ? നമ്മളൊരു ഡൈപോളിന്റെ നേരെ മുകളിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ ആണ്. അതുപോലെ ഈ ഡൈപോളിന്റെ നേരെ മുകളിൽ തന്നെ അല്ലെ ഈ പോയിന്റ്, അപ്പൊ ഇത് ഇക്വിറ്റോറിയൽ ആണ്. അപ്പൊ ഇത് രണ്ടും ഒരേ ഇക്വിറ്റോറിയൽ പോയിന്റ് ആയിട്ടാണ് വരുന്നത്. ഇക്വിറ്റോറിയൽ പോയിന്റ് ആയതുകൊണ്ട് രണ്ടും ഒരേ ഡിസ്റ്റൻസിലായതുകൊണ്ട് ഡൈപോളിന്ന് 2 സ്ഥലത്തും പൊട്ടൻഷ്യൽ ഇപ്പൊ 2 മാർക്ക് ചെയ്ത് ബ്ലർ ചെയ്ത് മാർക്ക് ചെയ്ത് ആ 2 പോയിന്റിലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാര്യം ആ ഡൈപോളിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് അകലെയുള്ള 2 പോയിന്റുകളാണത്. അപ്പൊ 2 സ്ഥലത്തും പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് ആ 2 പോയിന്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും.
വർക്ക് ഡൺ. കാര്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ വർക്ക് ഡൺ നമ്മൾ എന്താ പഠിച്ചത്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു Q ഇൻറ്റു VB മൈനസ് VA ആണ്. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വർക്ക് ഡൺ. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വർക്ക് ഡൺ. അപ്പൊ ഈ ഡൈപോളിന്റെ 2 ഇക്വറ്റോറിയൽ പോയിന്റുകളാണ് നമുക്ക് മൂവ് ചെയ്യുന്ന പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് വർക്ക് ഡൺ 0 ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അടുത്തൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറയാമോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 10 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണ്? എങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താ പറയുന്നത്? ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഒരു 1 കൂളം ചാർജ് R A എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് R B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ വർക്ക് ഡൺ എത്രയാണെന്ന ചോദ്യം. RA to RB. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച ഫോർമുലയിലേക്ക് തന്നെ വരാം. ഓക്കെ. നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? അപ്പൊ ഇനി ആരും അതിൽ കോഡിലൊന്നും എഴുതരുത്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ E.dr അല്ലേ നമ്മുടെ നമ്മൾ പഠിച്ചിട്ടുള്ള തന്നെ എന്താണ്? E is equal to ഇലക്ട്രിക് ഫീൽഡ് is the negative gradient of potential. E is equal to minus dV by dr നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ dV എന്താണ്? മൈനസ് EdR അല്ലേ? EdR. ഓക്കെ. ദാറ്റ് ഈസ് V is equal to എന്താ വരിക? മൈനസ് ഇന്റഗ്രൽ EdR. ഓക്കെ. ഓക്കെ. ഇന്റഗ്രൽ EdR. ഓക്കെ. ഇതാണ് നമ്മൾ ഓർക്കുന്നത്. നമുക്ക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇന്റഗ്രൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മൈനസ് ഇന്റഗ്രൽ E.dr ആണ്. ഓക്കെ. അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ആ മൈനസ് ഇന്റഗ്രൽ E.dr ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അവിടെ. ഓക്കെ. അതായത് V is equal to മൈനസ് ഇന്റഗ്രൽ E.dr ആണ്. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്തായിരുന്നു ക്വസ്റ്റ്യനില്? y I cap plus x j cap മൈനസ് ഇന്റഗ്രൽ y I cap plus x j cap. ഓക്കെ. നമ്മുടെ dr എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറിന്റെ സാധാരണഗതിയിൽ നമുക്ക് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് x I cap plus y j cap ആണ് അല്ലെ? നമ്മളൊരു പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് x I cap plus y j cap ആണ്. അപ്പൊ dr എന്ന് പറയുന്നത് എന്ത് വരും? dx I cap plus dy j cap എന്ന് വരും. ഓക്കെ. അപ്പൊ നമുക്കിത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് ഇന്റഗ്രൽ y dx അല്ലെ? I ഡോട്ട് I 1 ആയി പോകും. അപ്പൊ ഇവിടെ y dx എന്ന് വരും. ഇവിടെ എന്ത് വരും? x dy എന്ന് വരും. x dy എന്ന് വരും. ഓക്കെ. ഇനി ശരിക്കും നോക്കട്ടോ. മൈനസ് ഇന്റഗ്രൽ ഫസ്റ്റ് ഫംഗ്ഷൻ y നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ x സെക്കൻഡ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ വേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് എന്നുള്ള ഒരു ഫോർമാറ്റിലല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ ഡിഫറൻഷ്യൽ ഓഫ് XY ചെയ്താൽ കിട്ടുന്ന ഒരു സാധനമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഡിഫറൻഷ്യൽ ഓഫ് XY ഫസ്റ്റ്. അപ്പൊ എക്സിനെ ചെയ്താല് വൈനെ അവിടെ നിർത്തി എക്സിനെ ചെയ്തു, പ്ലസ് എക്സിനെ അവിടെ നിർത്തി വൈനെ ചെയ്തു. അപ്പൊ ഡിഫറൻഷ്യൽ ഓഫ് XY ആണ് എന്ത് വന്നിട്ടുള്ളത്? y dx പ്ലസ് x dy എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി ഇന്റഗ്രലും ഡിഫറൻഷ്യലും അടുത്ത് വന്നു കഴിഞ്ഞാൽ രണ്ടും എപ്പോഴും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ. അപ്പൊ മൈനസ് ഓഫ് XY എന്നാണ്, മൈനസ് XY ആണ് വർക്ക് ഡൺ ചെയ്താൽ കിട്ടുക. വർക്ക് ഡൺ എത്ര കിട്ടും? മൈനസ് XY. ഇനി പക്ഷെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് 2 എന്ന് പറഞ്ഞ പോയിന്റ് 2 I cap പ്ലസ് 2 j cap എന്ന് പറഞ്ഞാൽ 2 ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 4 I cap പ്ലസ് 1 j cap ആണ്. അപ്പൊ 4 ആണ്. അപ്പൊ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരിക? ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 2 ആണ് ഫസ്റ്റ് പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് 4 ആണ്. ഓക്കെ. ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ എക്സിന് 4 ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റില് എക്സിന് 4 ആണ്, വൈക്ക് 1 ആണ്. മൈനസ് ഞാൻ വെളിയിലെടുത്തു. അപ്പൊ എക്സിന് 4 വൈക്ക് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ വരിക? 4 എന്ന് വരും. മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് ഞാൻ 2 ഇട്ട് കൊടുക്കണം, വൈക്ക് 2 ഇട്ട് കൊടുക്കണം. അപ്പൊ 2 × 2 എത്ര വരും? 4. അപ്പൊ 4 - 4 എത്ര വരും? 0. അപ്പൊ ആൻസർ എത്ര വരും? 0. ഓക്കെ. സോ ദിസ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ. നല്ല മാത്തമാറ്റിക്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
പക്ഷെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അറിയുന്നവർക്ക് ഇത് പ്രശ്നമല്ല. ഓക്കെ, ഒരു പ്യൂർ മാത്തമാറ്റിക്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ ആണ്. മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ ആണ് പൊട്ടൻഷ്യൽ അഥവാ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ തന്നിട്ടുണ്ട്, ഡി ആർ നമ്മൾ അത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഈ രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ഇന്റഗ്രേഷൻ ചോദിക്കാം. ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ട് നിങ്ങൾക്ക് തരും ഇലക്ട്രിക് ഫീൽഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ട് 2x² + 3x എന്നൊക്കെ തരും. അപ്പൊ ഡി ആർ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ചാർജ്ഡ് സ്ഫെറിക്കൽ ബോൾ തന്നിട്ടുണ്ട്. phi = AR² + B, where R is the distance from the center, B is a constant, then the charge density inside the ball is. അപ്പൊ ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ചാർജ് ഡെൻസിറ്റി ആണ്. നമുക്ക് ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ എപ്പോഴും എന്താണ്? ഇലക്ട്രിക് നമ്മൾ ഗോസസ് തിയറത്തിലാണ് നമുക്ക് ചാർജ് ഇല്ല. ഫ്ലക്സ് = Q/ε0. ഫ്ലക്സ് = Q/ε0. അതിലാണ് ചാർജ് ഉള്ളത്. അപ്പൊ ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഇ ആണ്. ഇ ഡോട്ട് എന്നാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അറിയാമെങ്കിലേ നമുക്ക് ചാർജിലേക്ക് വരാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എന്ന് എങ്ങനെ നമുക്ക് പൊട്ടൻഷ്യൽ = AR² + B തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ അല്ലേ? -dφ/dr. അപ്പൊ ചെയ്താൽ എത്ര കിട്ടും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2AR എന്ന് കിട്ടും. ബീനെ ചെയ്താൽ 0 അല്ലേ? ഓക്കെ, ഫൈനൽ ഡിഫറൻഷിയേറ്റ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അവിടുന്ന് കിട്ടുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇനി ഗോസസ് ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചാർജ് കണ്ടുപിടിക്കാം. അപ്പൊ ചാർജ് ഡെൻസിറ്റിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 2AR കിട്ടി. എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്കറിയാവുന്നത് 2AR ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. നമുക്കറിയാവുന്നത് ഇ ഡോട്ട് എ = EA = ഫ്ലക്സ് = Q/ε0 എന്നാണ് അല്ലേ? നമ്മളൊരു സ്ഫിയർ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇപ്പൊ 2AR എന്ന് കിട്ടിയിട്ടുണ്ട് നേരത്തെ. ഏരിയ, ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ എത്രയാണ്? 4πr². 4πr² = Q/ε0 അല്ലേ നമുക്ക് കിട്ടിയത്? ഓക്കെ, -2AR ആയിരിക്കും കേട്ടോ. കാര്യം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ അല്ലേ? അപ്പൊ -dφ/dr എടുക്കുമ്പോൾ dφ/dr ആണ് നമുക്ക് 2AR കിട്ടിയത്. കുറച്ച് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര വരും? Q എത്ര വരും? Q = 8πε0 AR³. 8πε0 AR³ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് ചാർജ് കിട്ടിയത്. നെഗറ്റീവ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമുക്ക് ഒരു ചാർജ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ചാർജ് ഡെൻസിറ്റി ആണ് അല്ലേ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ചാർജ് ഡെൻസിറ്റി ആണ്. ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഫെറിക്കൽ ബോളിന് വോളിയം ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പൊ ചാർജ് പെർ വോളിയം ആണ് എന്ത്? ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചാർജ് ഡെൻസിറ്റിയിലേക്ക് വരാം. ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് പെർ വോളിയം ആണ്. ദാറ്റ് ഈസ് ചാർജ് നമുക്കിവിടെ കിട്ടി. എത്ര കിട്ടി? -8πε0 AR³ ഡിവൈഡഡ് ബൈ വോളിയം എത്രയാണ്? ഒരു സ്ഫിയറിന്റെ വോളിയം എത്രയാണ്? 4/3πr³. 4/3πr³. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? -6A∈0. -6A∈0 എന്ന് വരും. എത്ര വരും? -6A∈0. ബാക്കി കൂട്ടി പോലെ അല്ലേ? കൂട്ടിക്കളഞ്ഞാൽ എന്ത് വരിക? -6A∈0. അപ്പൊ ഏതാ ആൻസർ വരിക? അപ്പൊ ഇതാണ് സർഫസ് വോളിയം ചാർജ് ഡെൻസിറ്റി കിട്ടുക. ദാറ്റ് ഈസ് D ആണ് ആൻസർ. R³ വെട്ടിപ്പോവും. 8ഉം 4ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2 വരും. പിന്നെ മുകളിൽ ഒരു 3 ഇല്ലേ? താഴെ ഒരു 3 ഇല്ല, മുകളിൽ പോകുമ്പോൾ 6 വരും. 5ഉം വെട്ടിപ്പോവും. പിന്നെ ബാക്കിയുള്ളത് അപ്പൊ -6π6ε0 ആണ് വരിക. ഓക്കെ, അപ്പൊ അതായിരിക്കും ആൻസർ. ഓക്കെ.
അപ്പൊ അത് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് ഈ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ എന്താണ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് മാക്സിമം. ഓക്കെ, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഒന്ന് ചെയ്ത് നോക്കുക. ഏതിലാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. എന്നിട്ട് ഈ കപ്പാസിറ്റൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും കുറെ ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഒരു 20 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരു ദിവസം ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിൽ നോക്കാം. ഈ ഒരു 12ാമത്തെ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ നോക്കുക കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യന് നോക്കുക. ഇതില് ഒന്ന് നോക്കൂ, ഇതിൽ ഏതിലാണ് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യല് മാക്സിമം ആയിട്ട് വരുന്നത്, ഇലക്ട്രിക് ഡൈപോളില് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിട്ട് വരുന്നത്? ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഏത് ഓപ്ഷനിലായിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിട്ട് വരിക? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആദ്യം ഞാൻ എഴുതി തരാം. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഏതായിരുന്നു? നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മൈനസ് പി ഡോട്ട് ഇ ആണ്. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മൈനസ് പി ഡോട്ട് ഇ അല്ലെ? മൈനസ് പി ഡോട്ട് ഇ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ. മൈനസ് പി ഡോട്ട് ഇ എന്ന് പറയുമ്പോൾ ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും, ഈ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടാണെന്ന് പറയാമോ? ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നെഗറ്റീവ് ചാർജ് തൊട്ട് പോസിറ്റീവ് ചാർജ് വരെയാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ അല്ലെ? നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് ആണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഇനി ഫസ്റ്റ് ഫിഗർ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഫിഗറിൽ ഡൈപോൾ മൊമെന്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് നേരെ തിരിച്ച് ബാക്കോട്ടല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഫിഗറിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയെന്ന് പറയാമോ? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്, പിന്നെ പോസിറ്റീവ് ടു നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. 180. ഒരാൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ്? 180. അപ്പൊ 180 ആണ്. അപ്പൊ 180 എന്ന് വരുമ്പോ നമ്മള് ഇനി ആരും എഴുതരുത്, ഞാനിതൊന്ന് മൈനസ് പി ഇ കോസ് 180 എന്ന് വരും. പി ഡോട്ട് ഇ അല്ലേ? അപ്പൊ കോസ് 180 എന്താ വരിക? -1 ആണ് അല്ലെ? മൈനസ് പി ഇൻറ്റു കോസ് 180യുടെ വാല്യൂ -1 ആണ്. അപ്പൊ പി എന്ന് വരും അല്ലെ? അപ്പൊ അത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണ്. ഇനി ബാക്കിയുള്ള കേസിലൊക്കെ നോക്കുക. ഇത് ഏകദേശം ആംഗിൾ ഒരു 60 ആണ് വരുന്നത്. 60യുടെ വാല്യൂ എന്താണ്? അപ്പൊ മൈനസ് പി ഇ ഇൻറ്റു കോസ് 60 എന്ന് പറഞ്ഞാൽ കോസ് 60യുടെ വാല്യൂ 1/2 ആണ്. അപ്പൊ മൈനസ് പി ഇ ബൈ 2 എന്ന് വരും. അത് നെഗറ്റീവ് ആണ്. ഇവിടെ ആണെങ്കിലും കോസ് 90 0 എന്നാണ് വരുന്നത് അല്ലെ? കോസ് 90 മൈനസ് പി ഇ കോസ് 90 എന്നാ വരിക. ഇവിടെ ആംഗിൾ 90 ഡിഗ്രി അല്ലേ വരുന്നത്. ഇനി ലാസ്റ്റത്തിൽ നോക്കുക. ലാസ്റ്റത്തിൽ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ കോസ് 0 എന്നാണ് വരിക അല്ലെ? ഇലക്ട്രിക് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഡൈപോൾ മൊമെന്റ് വരിക. ഇലക്ട്രിക് ഫീൽഡ് നേരെ അതേ ഡയറക്ഷനിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ 0 എന്നാണ് ആംഗിൾ വരിക. അപ്പൊ എല്ലാത്തിലും എന്താ വരിക? ആദ്യത്തില് രണ്ടാമത്തില് നെഗറ്റീവാ വരുന്നത്, മൂന്നാമത്തില് 0 ആണ് വരുന്നത്, പിന്നെ നാലാമത്തില് നെഗറ്റീവ് തന്നെയാണ് വരുന്നത്. കാര്യം മൈനസ് പി ഇ കോസ് 180 മാത്രമാണ് മൈനസ് വന്നിട്ട് മൈനസ് പി ഡോട്ട് ഇ പോസിറ്റീവ് ആവുന്നത്. അപ്പൊ 180 വരുമ്പോഴാണ് ഇത് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. കാര്യം 180 വരുമ്പോൾ കോസ് 180യുടെ വാല്യൂ -1 ആണ്. അതുകൂടാതെ നമ്മുടെ ഇക്വേഷനിൽ ഒരു മൈനസ് പി ഡോട്ട് എന്നുള്ള മൈനസും കൂടി ഉണ്ട്. അപ്പൊ രണ്ട് മൈനസും കൂടെ കൂടിയിട്ട് പോസിറ്റീവ് ആവുന്നത് കൊണ്ട് പോസിറ്റീവ് പൊട്ടൻഷ്യൽ എനർജി വരുന്നത് കോസ് 180 വരുമ്പോഴാണ്. അപ്പൊ നമുക്ക് എ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. കാര്യം ഇപ്പം ഇനി അത് ചെയ്യാൻ നിങ്ങളുടെ പ്രശ്നമാണ്. കാര്യം കൂടുതൽ മുന്നോട്ട് പോയില്ല. ഓക്കെ, ഇനി അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്?
ഹലോ, അപ്പൊ നമ്മൾ സ്ക്രീനിൽ നിന്ന് അങ്ങോട്ട് ഔട്ട് പോവാ അല്ലെ? സ്ക്രീൻ വേണ്ട ഇനി. നമ്മൾ സ്ക്രീൻ ഷെയറിംഗ് നിർത്തി വെക്കാം. യെസ്. ഇനി പറഞ്ഞോളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇത്രയും പാഠഭാഗത്തുനിന്ന്? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നും ചോദിക്കാനില്ലല്ലേ? നമുക്ക് അപ്പം സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു സമയത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സുമായിട്ട് ഷെഡ്യൂൾ പ്രകാരം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.